ഹലോ എവ്രി വൺ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ 3ാമത്തെ ചാപ്റ്ററായിട്ടുള്ള ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ സൊസൈറ്റി, നേഷൻ, സ്റ്റേറ്റ് ആൻഡ് ഗവൺമെൻറ് എന്നുള്ള ചാപ്റ്ററാണ്. ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് സൊസൈറ്റി, എന്താണ് നേഷൻ, എന്താണ് സ്റ്റേറ്റ്, എന്താണ് ഗവൺമെൻറ് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ സ്റ്റേറ്റ്, നാഷന്, സൊസൈറ്റി, ഗവൺമെൻറ് ഇവ തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, ഇവയിൽ നിന്നും ഓരോന്നും മറ്റൊന്നിനോട് എങ്ങനെ വ്യതിരിക്തപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ആദ്യമായിട്ട് ഫസ്റ്റ് സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എന്താണ് സ്റ്റേറ്റ്, എന്താണ് സൊസൈറ്റി, അതിൻ്റെ ഡെഫിനിഷൻസ് പറയും. പിന്നെ അത് തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് പറയാം. അപ്പോൾ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഈസ് എ പൊളിറ്റിക്കൽ സൊസൈറ്റി ഓഫ് 4 എലമെൻറ്റ്സ്: പോപ്പുലേഷൻ, ഫിക്സ്ഡ് ടെറിട്ടറി, ഗവൺമെൻറ് ആൻഡ് സോവറിനിറ്റി. സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ജനസംഖ്യ, നിശ്ചിത പ്രദേശം, ഭരണകൂടം, പരമാധികാരം എന്നിങ്ങനെ വരുന്ന 4 ഘടകങ്ങളെ ഉൾക്കൊള്ളിക്കുന്ന രാഷ്ട്രീയ ഘടനയാണ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ. അതേസമയം തന്നെ സൊസൈറ്റി ഈസ് എ സോഷ്യൽ ഓർഗനൈസേഷൻ എൻകംപാസിങ് എ വെബ് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ്. വ്യത്യസ്തമായ സാമൂഹിക ബന്ധങ്ങളെ ഉൾക്കൊള്ളിക്കുന്ന ഒരു സാമൂഹിക ഘടനയാണ് സൊസൈറ്റി എന്നുള്ളത്. അപ്പോൾ ഈ ഒരു 2 ഡെഫിനേഷൻ നമ്മൾ പറയുമ്പോൾ നിങ്ങൾ പ്രധാനമായും മനസ്സിലാക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷനാണ്, രാഷ്ട്രീയ ഘടനയാണ്. അതേസമയം സൊസൈറ്റി എന്ന് പറഞ്ഞാൽ അതൊരു സോഷ്യൽ ഓർഗനൈസേഷനാണ്, സാമൂഹിക ഘടനയാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ രണ്ടാമതായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളിവിടെ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും അതിന് സംസ്ഥാനം എന്നുള്ള അർത്ഥം വെക്കരുത്, മറിച്ച് ഭരണകൂടം എന്നുള്ളൊരർത്ഥം നിങ്ങളതിനെ മനസ്സിലാക്കി വെക്കണം. എന്നാലേ നമ്മളിനി പറയുന്ന ഡിസ്റ്റിങ്ഷൻസ്, അതുമായി സ്റ്റേറ്റും സൊസൈറ്റിയുമുള്ള വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഡെഫിനിഷൻസ് പറഞ്ഞു. ഇനി നമ്മൾ പറയുന്നത് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി എന്നുള്ളതാണ്. സ്റ്റേറ്റും സൊസൈറ്റിയും തമ്മിലുള്ള കാതലായ വ്യത്യാസങ്ങൾ എന്തൊക്കെയെന്നുള്ളതാണ്. ഏകദേശം 8ഓളം വ്യത്യാസങ്ങളാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്. നമുക്ക് അവ മുഴുവനൊന്ന് ചുരുക്കി മനസ്സിലാക്കാം. അപ്പോൾ ഒന്നാമത്തെ വ്യത്യാസം, ദ സ്റ്റേറ്റ് ഈസ് എ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ വൈൽ എ സൊസൈറ്റി ഈസ് എ സോഷ്യൽ ഓർഗനൈസേഷൻ. സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ ഘടനയാണ്. അതേസമയം സൊസൈറ്റി എന്നുള്ളത് ഒരു സാമൂഹിക ഘടനയാണ്. സ്വാഭാവികമായിട്ടും സാമൂഹിക ഘടന എന്ന് പറയുമ്പോൾ സാമൂഹികപരമായ, സാമ്പത്തികപരമായ, മതപരമായ, രാഷ്ട്രീയപരമായ, സാംസ്കാരികപരമായ അസോസിയേഷൻസ്, സംഘങ്ങളൊക്കെ എന്ത് ചെയ്യും, ആ ഒരു സൊസൈറ്റിയുടെ ഭാഗമായിട്ട് വരും. ഇനി രണ്ടാമത്തെ വ്യത്യാസം, ദ സൊസൈറ്റി ഈസ് പ്രയർ ടു ദ സ്റ്റേറ്റ് ആസ് എ ഹ്യൂമൻ ബീങ് ആർ സോഷ്യൽ ബീങ് ഫസ്റ്റ് ആൻഡ് ദെൻ പൊളിറ്റിക്കൽ ബീങ്. അപ്പോൾ ഈ ഒരു വ്യത്യാസം, സ്റ്റേറ്റും സൊസൈറ്റിയും തമ്മിലുള്ള വ്യത്യാസം അവയുടെ ഒറിജിനുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ സ്റ്റേറ്റ് ആണോ സൊസൈറ്റിയാണോ ആദ്യം ഉണ്ടായത്? നമുക്ക് മനസ്സിലാകുന്നത് പോലെ തന്നെ സൊസൈറ്റിയാണ് ആദ്യം ഉണ്ടാകുന്നത്, പിന്നെയാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റേറ്റ് ഉടലെടുക്കുന്നത്. അപ്പോൾ മനുഷ്യനാദ്യം ഒരു സാമൂഹിക ജീവിയാണ്, അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്, അവനൊരു പൊളിറ്റിക്കൽ അല്ലെങ്കിൽ രാഷ്ട്രീയ ജീവിയായിട്ട് പരിണമിക്കുന്നത്. മൂന്നാമത്തെ വ്യത്യാസം, സൊസൈറ്റി ഈസ് നാച്ചുറൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വേർ സ്റ്റേറ്റ് ഈസ് ആർട്ടിഫിഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. സൊസൈറ്റി എന്ന് പറയുന്നത് അത് പ്രകൃതിദത്തമായി രൂപം കൊണ്ടിട്ടുള്ള ഒരു സംവിധാനമാണ്. അതേസമയം സ്റ്റേറ്റ് എന്ന് പറയുന്നത് മനുഷ്യൻ നിർമ്മിച്ചെടുക്കുന്ന ഒരു സംവിധാനമാണ്. മനസ്സിലായല്ലോ. ഇനി നാലാമത്തെ വ്യത്യാസം, സ്റ്റേറ്റ് ആസ് എ മീൻ ആൻഡ് സൊസൈറ്റി ആസ് ആൻ എൻഡ് ദാറ്റ് എ സ്റ്റേറ്റ് സ്റ്റാൻഡ് ഫോർ ദ ഫുൾഫിൽമെൻറ്റ്സ് ഓഫ് എ സൊസൈറ്റി. അപ്പോൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത്, സ്റ്റേറ്റ് ഉടലെടുക്കുന്നത് സൊസൈറ്റിയുടെ ആവശ്യ പൂർത്തീകരണങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതായത് സൊസൈറ്റിയിലുള്ള ആവശ്യങ്ങളെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റേറ്റ് ഉടലെടുക്കുന്നത്. അപ്പോൾ സ്റ്റേറ്റ് ആസ് എ മീൻ ആൻഡ് സൊസൈറ്റി ആസ് എൻ എൻഡ്. ഓക്കെ, ഇനി അടുത്ത വ്യത്യാസം, ദ സ്റ്റേറ്റ് ഈസ് സോവെർജിൻ വിത്ത് സെപ്പറേറ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് എക്സിസ്റ്റൻറ്റ് ആൻഡ് ദ സൊസൈറ്റി ഈസ് നോട്ട് സോവെർജിൻ. സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം അതിന് പരമാധികാര പവർ ഉണ്ടാവും. ഓക്കെ, സ്റ്റേറ്റ് അധികാരം ഉൾക്കൊള്ളുന്ന ഒരു വ്യവസ്ഥയാണ്. അതേസമയം സൊസൈറ്റിക്ക് പരമാധികാരം ഉണ്ടാവുകയില്ല, മറിച്ച് അധികാരങ്ങളുണ്ടാവാം. ഓക്കെ, അടുത്ത വ്യത്യാസം, ദ സ്റ്റേറ്റ് ഹാസ് ഫിക്സ്ഡ് ടെറിട്ടറി, സൊസൈറ്റി ഓൺ അതർ ഹാൻഡ് ഡസ് നോട്ട് ഹാവ് ഫിക്സ്ഡ് ടെറിട്ടറി. സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം അതിന് നിശ്ചിത പ്രദേശം, അതായത് അതിൻ്റെ ഭരണകാര്യങ്ങളെ കൊണ്ടു നടക്കുന്നതിന് കൃത്യമായി വരക്കപ്പെട്ട ഒരു നിശ്ചിത പ്രദേശം ഉണ്ടാവും. അതേസമയം സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം അതിന് കൃത്യമായി നിശ്ചിതമായ ഒരു പ്രദേശം അതിൻ്റെ കീഴിലായിട്ട് ഉണ്ടാവുകയില്ല. അടുത്തൊരു വ്യത്യാസം, ദ സ്റ്റേറ്റ് ഹാസ് ലോസ് വൈൽ ദ സൊസൈറ്റി ഹാസ് റിച്വൽസ്, നോംസ് ആൻഡ് ഹാബിറ്റ്സ്. സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം ആ സ്റ്റേറ്റ് നിലനിൽക്കുന്നത് നിയമങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അതേസമയം സൊസൈറ്റി നിലനിൽക്കുന്നത് ആചാരങ്ങൾ, ശീലങ്ങൾ, അനുഷ്ഠാനങ്ങൾ എന്നുള്ള ഒരു
കൺസെപ്റ്റിൻ്റെ മുകളിലാണ്. അതായത് സൊസൈറ്റിയെ നിയന്ത്രിക്കുന്നത് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നോംസും വാല്യൂസും ഒക്കെയാണ്. അതേസമയം സ്റ്റേറ്റിനെ നിയന്ത്രിക്കുന്നത് ലിഖിതമായ നിയമങ്ങളാണ്. അടുത്തൊരു വ്യത്യാസം എന്താ വെച്ചാൽ വയലേഷൻ ഓഫ് സ്റ്റേറ്റ് ഈസ് ഫോളോഡ് ബൈ പണിഷ്മെൻറ്റ് ബട്ട് ദ വയലേഷൻ ഓഫ് സോഷ്യൽ ലോ ലീഡ് ടു സോഷ്യൽ ബോയ്ക്കോട്ട്. ഒരാൾ ഒരു സ്റ്റേറ്റിൻ്റെ നിയമം ലംഘിച്ചാൽ സ്വാഭാവികമായിട്ടും ശാരീരികമോ അല്ലെങ്കിൽ മറ്റോ പണിഷ്മെൻറ്റുകൾക്ക് അവന് വിധേയമാക്കപ്പെടും. അതേസമയം ഒരാൾ ഒരു സാമൂഹിക നിയമങ്ങളെ ഭേദിക്കുകയാണെങ്കിൽ സാമൂഹിക ബഹിഷ്കരണത്തിനപ്പുറത്തേക്ക് പ്രധാന വലിയ ശിക്ഷകൾക്കൊന്നും അവന് വിധേയമാക്കപ്പെട്ടോണമെന്നില്ല. അതായത് ഒരിടത്ത് ശാരീരിക പണിഷ്മെൻറ്റ് ഉണ്ടാകും, മറ്റിടത്ത് ശാരീരിക പണിഷ്മെൻറ്റ് ഉണ്ടാവുകയില്ല. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും സ്റ്റേറ്റ് സൊസൈറ്റി എന്നുള്ള ഇവയ്ക്കിടയിലുള്ള കാതലായ വ്യത്യാസങ്ങൾ. ഓക്കെ, ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളെ ഒന്ന് ജസ്റ്റ് അനാലിസിസ് ചെയ്യാം. ഇൻഡെക്സ്ഡ് ക്വസ്റ്റ്യൻ 3.1 ആ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഏകദേശം 5-6 ചോദ്യങ്ങളാണ് വരുന്നത്. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് രൂപത്തിലാണ് ആ ചോദ്യങ്ങൾ വരുന്നത്. 1 വേർഡിലാണ് നമ്മൾ അതിന് ഉത്തരം കൊടുക്കേണ്ടത്. ഓക്കെ, നമുക്കതൊന്ന് പറയാം. ഒന്നാമത്തത്, പുരാതന ഗ്രീക്കുകാരെ സംബന്ധിച്ചിടത്തോളം പോളിസ് എന്നത് സിറ്റിയും മറ്റൊന്നുകൂടെയായിരുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിടത്തോളം പുരാതന ഗ്രീക്കുകാരെ സംബന്ധിച്ചിടത്തോളം പോളിസ് എന്ന് പറഞ്ഞാൽ സിറ്റി അതുപോലെ തന്നെ സ്റ്റേറ്റ് കൂടിയായിരുന്നു. ഓക്കെ, സിറ്റിയും സ്റ്റേറ്റുമാണ് പുരാതന ഗ്രീക്കുകാരെ സംബന്ധിച്ചിടത്തോളം പോളിസ് എന്നത്. ഓക്കെ, വാക്കിൻ്റെ അർത്ഥവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഓക്കെ, മനസ്സിലാക്കാം. രണ്ടാമത്തെ ചോദ്യം, സൊസൈറ്റി ഇൻ ടേംസ് ഓഫ് ഒറിജിൻ ഈസ് ഡാഷ് ടു ദ സ്റ്റേറ്റ്. സൊസൈറ്റി അത് അതിൻ്റെ ആ ഒരു പദത്തിൻ്റെ ഒറിജിനുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ ആ ഒരു സൊസൈറ്റി അതിൻ്റെ ഒറിജിനുമായി ബന്ധപ്പെട്ടിട്ട് സ്റ്റേറ്റിന് എന്താണ്, സ്റ്റേറ്റുമായിട്ടുള്ള ബന്ധം, അത് പ്രിയർ ടു ദ സ്റ്റേറ്റ്. ഓക്കെ, സ്റ്റേറ്റിന് മുൻപേ എന്തുണ്ട്, സൊസൈറ്റി ഉണ്ട് എന്നുള്ളത് ആണ് അതിൻ്റെ ഉത്തരം. ഓക്കെ, പ്രിയർ എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തത്, സൊസൈറ്റി ബീങ് ഇൻസ്റ്റിങ്ക്റ്റീവ് ഈസ് എ നാച്ചുറൽ ഓർഗനൈസേഷൻ, ദ സ്റ്റേറ്റ് ബീങ് മെക്കാനിക്കൽ ഈസ് എൻ ആർട്ടിഫിഷ്യൽ ഓർഗനൈസേഷൻ. അപ്പോൾ സൊസൈറ്റി എന്നുള്ളത് സ്വാഭാവികമായും ഒരു ഓർഗനൈസേഷൻ്റെ രൂപമുണ്ട്. അത് ഏതാണ്? അപ്പോൾ സ്വാഭാവികമായിട്ടും സൊസൈറ്റി എന്നുള്ളത് നാച്ചുറൽ ഓർഗനൈസേഷനാണ്. അത് മനസ്സിലാക്കിയാൽ ഉടനെ സ്റ്റേറ്റ് എന്നുള്ളത് സ്വാഭാവികമായിട്ടും ആർട്ടിഫിഷ്യൽ ഓർഗനൈസേഷനാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. ഓക്കെ, അടുത്തത് നാലാമത്തത്, ദ സ്റ്റേറ്റ് എക്സിസ്റ്റ് ടു ആക്ട് ആസ് എ മീൻ ഓഫ് സൊസൈറ്റി. സ്റ്റേറ്റ് സൊസൈറ്റിയുടെ എന്തായിട്ടാണ് വർത്തിക്കുന്നത്? നമ്മൾ പറഞ്ഞു സൊസൈറ്റിയുടെ ഒരു മീൻസ് ആയിട്ടാണ് സ്റ്റേറ്റ് വർത്തിക്കുന്നത് എന്ന്. ഓക്കെ, അടുത്തത് അഞ്ചാമത്തത്, ദ സൊസൈറ്റി പ്രൊവൈഡ്സ് ആൻ എൻഡ് ടു ദ മീൻസ് ഓഫ് ദ സ്റ്റേറ്റ്. അത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ദ സൊസൈറ്റി പ്രൊവൈഡ്സ് ആൻ എൻഡ് ടു ദ മീൻ ഓഫ് സ്റ്റേറ്റ്. ഓക്കെ, ആറാമത്തെ ചോദ്യം, ദ ഏരിയ ഓഫ് സൊസൈറ്റി ഈസ് ഡാഷ് കോർപ്പറേഷൻ, ദ ഏരിയ ഓഫ് സ്റ്റേറ്റ് ഈസ് ഡാഷ് ആക്ഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കോർപ്പറേഷന് അത് സ്വാഭാവികമായിട്ട് അല്ലെങ്കിൽ സ്വേച്ഛപ്രകാരം ഉണ്ടാകുന്നതാണ്. അത് സ്റ്റേറ്റിൻ്റേതാവട്ടെ യാന്ത്രികമായിട്ട് അല്ലെങ്കിൽ കമ്പൾസറി ആയിട്ട് ഉണ്ടാകുന്നതാണ്. അപ്പോൾ ദ ഏരിയ ഓഫ് സൊസൈറ്റി ഈസ് വോളണ്ടിയറി കോർപ്പറേഷൻ, ദ ഏരിയ ഓഫ് സ്റ്റേറ്റ് ഈസ് മെക്കാനിക്കൽ ആക്ഷൻ. ഓക്കെ, അപ്പോൾ ഇതാണ് സ്റ്റേറ്റും സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ച. ഇനി നമുക്ക് പറയാനുള്ളത് സ്റ്റേറ്റ് ആൻഡ് അസോസിയേഷൻ എന്നുള്ള ഭാഗമാണ്. സ്റ്റേറ്റ് ആൻഡ് അസോസിയേഷൻ. അപ്പോൾ നമ്മൾ സ്റ്റേറ്റ് എന്താണെന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു. സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ പരമാധികാരം, ഭരണകൂടം, ജനസംഖ്യ, നിശ്ചിത പ്രദേശം എന്നീ എലമെൻസിൻ്റെ ഒരു രാഷ്ട്രീയ ഘടനയാണ് നമ്മൾ സ്റ്റേറ്റ് എന്ന് വിളിക്കുക. അപ്പോൾ ഇനി നമുക്ക് പറയാനുള്ളത് അസോസിയേഷൻ എന്താണ്, അതും സ്റ്റേറ്റും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ എന്തൊക്കെയെന്നുള്ളതാണ്. അപ്പോൾ എന്താണ് അസോസിയേഷൻ എന്നുള്ളത് നമുക്ക് പറയാം. അസോസിയേഷൻ ഈസ് ആൻ ഓർഗനൈസ്ഡ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വിച്ച് സീക്സ് ടു അച്ചീവ് സം സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ് ത്രൂ ജോയിൻറ്റ് എഫേർട്സ്. അപ്പോൾ അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ സംഘടിത പരിശ്രമത്തിലൂടെ ചില പ്രത്യേക ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ജനങ്ങൾ സംഗമിക്കുന്നതിന്, ജനങ്ങൾ കൂട്ടം കൂടുന്നതിനെയാണ് എന്ത് ചെയ്യുക, നമ്മൾ അസോസിയേഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ പ്രത്യേക താല്പര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ജനങ്ങൾ സംഗമിക്കുന്നതിനെ, ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിനെയാണ് എന്ത് ചെയ്യുക, നമ്മൾ അസോസിയേഷൻ എന്ന് പറയുക. ഒരു അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം അതിന് പ്രധാനമായിട്ടും 3 ഫീച്ചേഴ്സാണ് ഉണ്ടാവുക. ഫീച്ചേഴ്സ് ഓഫ് അസോസിയേഷൻ 3 ഫീച്ചേഴ്സാണ് ഉണ്ടാവുക. ഒന്നാമത്തത് ഓർഗനൈസേഷൻ ഓഫ് ദ പീപ്പിൾ. അത് ജനങ്ങളുടെ ഒരു സംഘടനയായിരിക്കും. അതുപോലെ തന്നെ സം സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ്, അതിന് ചില പ്രത്യേക താല്പര്യങ്ങൾ അല്ലെങ്കിൽ
അല്ലെങ്കിൽ പ്രത്യേക ലക്ഷ്യങ്ങളുണ്ടാകും. മൂന്നാമത്തെ ഫീച്ചർ ജോയിൻ എഫേർട്സ്. ഏതൊരു അസോസിയേഷൻ ആവട്ടെ അതിനെ സംബന്ധിച്ചിടത്തോളം അവയെല്ലാം സംഘടിത പരിശ്രമങ്ങളായിരിക്കും. അപ്പോൾ മൂന്ന് ഫീച്ചേഴ്സാണ് ഉള്ളത്. ഒന്ന്, അത് ജനങ്ങളുടെ സംഘടനയായിരിക്കും. രണ്ട്, അതിന് പ്രത്യേക താല്പര്യങ്ങളുണ്ടാകും. മൂന്ന്, അതിൽ സംഘടിത പരിശ്രമങ്ങളായിരിക്കും നടക്കുക. അപ്പോൾ നമ്മൾ അസോസിയേഷൻ എന്താണെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി അസോസിയേഷനും സ്റ്റേറ്റും എങ്ങനെയാണ് പരസ്പരം വ്യത്യസ്തമാകുന്നത്, ഓക്കെ, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഏകദേശം ഇതും ഒരു 7 വ്യത്യാസങ്ങൾ നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. നമുക്കതൊക്കെ ഒന്ന് ചുരുക്കി മനസ്സിലാക്കാം. അപ്പോൾ ഒന്നാമത്തെ വ്യത്യാസം, ദ മെമ്പർഷിപ്പ് ഓഫ് ദ സ്റ്റേറ്റ് ഈസ് കമ്പൽസറി, ദാറ്റ് ഓഫ് ദ അതർ അസോസിയേഷൻ ഈസ് വോളണ്ടിയറി. അപ്പോൾ ഒരു സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു പൗരൻ നിർബന്ധമായിട്ടും അതിൻ്റെ അംഗമായിരിക്കും. പക്ഷേ ഏതൊരു അസോസിയേഷനാവട്ടെ അതിൽ അംഗത്വം എടുക്കുക എന്നുള്ളത് ആ വ്യക്തിയുടെ താല്പര്യങ്ങൾക്കനുസരിച്ചിട്ടാണ്. അപ്പോൾ സ്റ്റേറ്റ് മെമ്പർഷിപ്പ് കമ്പൽസറിയാണ്, അസോസിയേഷൻ മെമ്പർഷിപ്പ് എന്താണ്, വോളണ്ടിയറിയാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഒന്നാമത്തെ വ്യത്യാസം. രണ്ടാമത്തെ വ്യത്യാസം, മെമ്പർ ഓഫ് വൺ സ്റ്റേറ്റ് അറ്റ് വൺ ടൈം, മെമ്പർ ഓഫ് മൾട്ടിപ്പിൾ അസോസിയേഷൻ അറ്റ് ദ സെയിം ടൈം. ഒരേ സമയം ഒരാൾക്ക് ഒരു സ്റ്റേറ്റിലെ മെമ്പർ ആവാനേ കഴിയുള്ളൂ. അതേസമയം ഒരാൾക്ക് ഒരേ സമയം വ്യത്യസ്ത അസോസിയേഷനുകളിൽ മെമ്പർ ആവാൻ കഴിയും. ഇപ്പോൾ നമ്മുടെ റെസിഡൻഷ്യൽ അസോസിയേഷനിൽ മെമ്പർ ആവുന്ന അതേ സമയത്തായിരിക്കും അദ്ദേഹം മതസംഘടനയിലും അത് എന്തായിരിക്കും, മെമ്പറായിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് രണ്ടാമത്തെ വ്യത്യാസം. മൂന്നാമത്തെ വ്യത്യാസം, ദ സ്റ്റേറ്റ് ഹാസ് ഫിക്സ്ഡ് ടെറിട്ടറി, ദ അതർ അസോസിയേഷൻ ഡു നോട്ട് ഹാവ് പെർമനൻറ്റ് ടെറിട്ടറി. സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം അതിന് പ്രത്യേകമായി വരച്ച് കണക്കാക്കപ്പെട്ട ഒരു പ്രദേശം അതിൻ്റെ കീഴിലുണ്ടാവും. അതേസമയം അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം പെർമനൻ്റ് ആയൊരു ടെറിട്ടറി, പെർമനൻ്റ് ആയൊരു പ്രദേശത്തിന് കീഴിലുണ്ടായിക്കോണം എന്നുള്ളത് അതിൻ്റെ ഫീച്ചേഴ്സിൽ പെട്ടതല്ല. നാലാമത്തെ വ്യത്യാസം, ദ പേർപ്പസ് ഓഫ് സ്റ്റേറ്റ് ഈസ് ആൾവേസ് ജനറൽ, ദ പേർപ്പസ് ഓഫ് അസോസിയേഷൻ ഈസ് സ്പെസിഫിക്. ഒരു സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ താല്പര്യങ്ങൾ, പൊതുവായ താല്പര്യങ്ങൾ നേടിയെടുക്കുന്നതിനായിരിക്കും അതിൻ്റെ പരിശ്രമം. അതേസമയം ഒരു അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേക താല്പര്യങ്ങൾ നേടിയെടുക്കാനായിരിക്കും അതിൻ്റെ പരിശ്രമങ്ങൾ ഉണ്ടാവുക. അഞ്ചാമത്തെ വ്യത്യാസം, ദ ക്യാരക്ടർ ഓഫ് സ്റ്റേറ്റ് ഈസ് നാഷണൽ, ദ ക്യാരക്ടർ ഓഫ് അസോസിയേഷൻ ഈസ് ലോക്കൽ, പ്രൊവിൻഷ്യൽ, നാഷണൽ ആൻഡ് ഈവൻ ഇൻ്റർനാഷണൽ. ഒരു സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ താല്പര്യം, അതിൻ്റെ ഒരു പ്രവർത്തന മേഖല എന്ന് പറയുന്നത് നാഷണൽ ലെവലിൽ മാത്രമേ അതിൻ്റെ പ്രവർത്തന മേഖല വരുള്ളൂ. പക്ഷേ അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അതിൻ്റെ പ്രവർത്തന മേഖല പ്രാദേശികമായിരിക്കാം, ചിലപ്പോൾ അതിൻ്റെ പ്രവർത്തന മേഖല പ്രവിശ്യപരമായിരിക്കാം, ചിലപ്പോൾ അതിൻ്റെ പ്രവർത്തന മേഖല നാഷണൽ വൈഡ് ആയിട്ടുണ്ടാവും, ദേശീയപരമായിട്ടുണ്ടാവും, ചിലപ്പോൾ അതിൻ്റെ പ്രവർത്തന മേഖല ഇൻ്റർനാഷണൽ, അന്തർദേശീയ തലങ്ങളിലായിരിക്കാം. അപ്പോൾ സ്റ്റേറ്റിൻ്റെ പ്രവർത്തന മേഖല നാഷണൽ മാത്രമായിരിക്കും. അതേസമയം അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം നാഷണലോ ലോക്കലോ പ്രൊവിൻഷ്യലോ ഇൻ്റർനാഷണൽ വരെ അതിൻ്റെ പ്രവർത്തന മേഖലയെ അതിന് കണ്ടെത്താൻ കഴിയും. അടുത്തൊരു വ്യത്യാസം, സ്റ്റേറ്റ് ഈസ് സവേർജിൻ വൈൽ അസോസിയേഷൻ ആർ ആൾവേസ് ഓട്ടോണമസ്. സ്റ്റേറ്റ് എന്നുള്ളത് അധികാരം ഉൾക്കൊള്ളുന്ന ഒരു സംവിധാനമാണ്. അതേസമയം അസോസിയേഷൻസിന് സ്വയംഭരണാധികാരം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. സ്വയംഭരണാധികാരം ഉണ്ടാകുമ്പോൾ തന്നെയും അത് സ്റ്റേറ്റിന് കീഴിലായിരിക്കും, അതിന് പരമാധികാരം ഉണ്ടായിരിക്കുന്നതല്ല. അടുത്ത ലാസ്റ്റത്തെ വ്യത്യാസം, ദ വയലേഷൻ ഓഫ് സ്റ്റേറ്റ് ലോ ഈസ് പണിഷബിൾ, നോ അതർ അസോസിയേഷൻ ഹാസ് പവർ ടു പണിഷ് ഇറ്റ്സ് മെമ്പേഴ്സ് ഫിസിക്കലി. ഒരാൾ സ്റ്റേറ്റിൻ്റെ നിയമങ്ങൾ ലംഘിക്കുകയാണെങ്കിൽ അവൻ തീർച്ചയായും ശിക്ഷിക്കപ്പെടും. അതേസമയം ഒരാൾ അസോസിയേഷൻ്റെ നിയമങ്ങൾ ലംഘിക്കുകയാണെങ്കിൽ അവനെ ഫിസിക്കലി, ശാരീരികപരമായി ശിക്ഷിക്കാൻ ഒരു സംഘടനയ്ക്കും എന്തില്ല, അവകാശമില്ല. ഏറി വന്നാൽ ആ സംഘടനയിൽ നിന്ന് പുറത്താക്കിയേക്കാം. പക്ഷേ ശാരീരികമായ പണിഷ്മെൻറ്റ് അത് സ്റ്റേറ്റിൻ്റെ മാത്രം സ്വഭാവത്തിൽപ്പെട്ടതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് സ്റ്റേറ്റും അസോസിയേഷനും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻ 3.2 നമുക്കൊന്ന് ജസ്റ്റ് അനാലിസിസ് ചെയ്യാം. അതിൽ കറക്റ്റ് ആൻസർ തിരഞ്ഞെടുക്കാനാണ്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം. അപ്പോൾ ഈ ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ ഒന്നാമത്തത്, ദ ഫീച്ചേഴ്സ് ഓഫ് എൻ അസോസിയേഷൻ ആർ എന്ന് പറഞ്ഞിട്ട് അതിൽ 3 ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. അതിലൊരു രണ്ടാമത്തെ ഫീച്ചേഴ്സ് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ഫീച്ചേഴ്സ് ഓർഗനൈസ്ഡ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, രണ്ടാമത്തത് ഡാഷ് ഇൻട്രസ്റ്റ്, മൂന്നാമത്തത് ജോയിൻറ്റ് എഫേർട്ട്. അതിൽ കോമൺ ഇൻട്രസ്റ്റ് ആണോ പെർട്ടിക്കുലർ ഇൻട്രസ്റ്റ് ആണോ? അപ്പോൾ നമുക്കറിയാം അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം അതിന് പ്രത്യേക താല്പര്യങ്ങളാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ രണ്ടാമത്തേതായിട്ടുള്ള പെർട്ടിക്കുലർ ഇൻട്രസ്റ്റ് ആണ് അവിടുത്തെ ശരിയായ ഉത്തരം. രണ്ടാമത്തെ ചോദ്യം, ദ മെമ്പർഷിപ്പ് ഓഫ് ദ സ്റ്റേറ്റ് ഈസ് ഡാഷ്. സ്റ്റേറ്റിൻ്റെ മെമ്പർഷിപ്പ് വോളണ്ടറി മെമ്പർഷിപ്പാണോ സ്റ്റേറ്റിനുള്ളത്, അതോ കമ്പൾസറി ആണോ? അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം സ്റ്റേറ്റിൻ്റെ മെമ്പർഷിപ്പ് നിർബന്ധമാണ് ഒരു പൗരൻ്റെ മേൽ. അപ്പോൾ ഇതിൻ്റെ ആൻസർ കമ്പൾസറി എന്നുള്ളതാണ്. മൂന്നാമത്തെ ചോദ്യം, ഫാമിലി ആസ് എൻ അസോസിയേഷൻ ഈസ് ഡാഷ് ടു ദ സ്റ്റേറ്റ്. ഫാമിലി ഒരു അസോസിയേഷൻ എന്ന നിലക്ക് അത് സ്റ്റേറ്റിൻ്റെ മുൻപിലാണോ ശേഷമാണോ അതിൻ്റെ സ്ഥാനം കൽപ്പിക്കാം. അപ്പോൾ അതെന്താണ്, പ്രിയർ ടു ദ സ്റ്റേറ്റ് ആണ്. സ്റ്റേറ്റിന് മുമ്പിലാണ് എന്ത് ചെയ്യുക, ഫാമിലി ഒരു അസോസിയേഷൻ എന്ന നിലക്ക് സ്ഥാപിക്കപ്പെടുക. നാലാമത്തെ ചോദ്യം, ദ അതർ അസോസിയേഷൻ ഡസ് നോട്ട് പൊസസ് ഡാഷ് ദ സ്റ്റേറ്റ് ഡസ്.
സ്റ്റേറ്റിനുള്ള ഒരു ക്യാരക്ടർ അത് മറ്റ് അസോസിയേഷൻസിന് ഇല്ല. അതേതാണ്? സൊവോജിനിറ്റി ആണോ, പോപ്പുലേഷൻ ആണോ, ഫിക്സഡ് ടെറിട്ടറി ആണോ? ഇത് നമുക്കറിയാം. സൊവോജിനിറ്റിയാണ് സ്റ്റേറ്റിന് മാത്രം എന്തുള്ളത്, പ്രത്യേകമായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഉത്തരം സൊവോജിനിറ്റിയാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത് സ്റ്റേറ്റും സൊസൈറ്റിയും നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ സ്റ്റേറ്റും സൊസൈറ്റിയും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സ്റ്റേറ്റ് ആൻഡ് ഗവൺമെൻറ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം എന്താണ് സ്റ്റേറ്റ്, നമ്മൾക്ക് അറിയുന്നത് പോലെ തന്നെ സ്റ്റേറ്റ് എന്താണെന്നുള്ളത് നമുക്കറിയാം. ഇതിൽ നമ്മൾ ഗവൺമെൻറ് എന്താണെന്ന് പറയും, എന്നിട്ടും ഗവൺമെൻറ്റും സ്റ്റേറ്റും തമ്മിലുള്ള വ്യത്യാസങ്ങൾ പറയും. ഓക്കെ, സ്റ്റേറ്റ് എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഭരണകൂടം, പരമാധികാരം, പ്രത്യേക പ്രദേശം, അതുപോലെ തന്നെ ജനസംഖ്യ. ഈ 4 ഘടകങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്രീയ ഘടനയാണ് സ്റ്റേറ്റ് എന്നുള്ളത്. അതേപോലെ ഗവൺമെൻറ് എന്താണെന്നുള്ളത് നമുക്ക് പറയാം. ഗവൺമെൻറ്റിൻ്റെ ഡെഫിനിഷനാണ് നമ്മൾ പറയുന്നത്. ഗവൺമെൻറ്, ഇറ്റ് ഈസ് ദ ഏജൻസി ത്രൂ വിച്ച് ലോസ് ആർ മെയ്ഡ്, എൻഫോഴ്സ്ഡ് ആൻഡ് ദോസ് ഹു വയലേറ്റ് ലോസ് ആർ പണിഷ്ഡ്. അപ്പോൾ എന്താണ് ഗവൺമെൻറ് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ നിയമങ്ങൾ നിർമ്മിക്കുന്നതും നടപ്പിലാക്കുന്നതും നിയമങ്ങൾ ലംഘിക്കുന്നവരെ ശിക്ഷിക്കുന്നതുമായ ഒരു അധികാരം ഉൾക്കൊള്ളുന്നൊരു സംവിധാനമാണ്, ഒരു ഏജൻസിയാണ് എന്ത്, ഗവൺമെൻറ് എന്നുള്ളത്. മനസ്സിലായല്ലോ? നിയമങ്ങൾ ഉണ്ടാക്കുക, അവ നടപ്പിലാക്കുക, ആ നിയമങ്ങളെ ലംഘിക്കുന്നവർക്ക് ശിക്ഷ നൽകുക, ഇതൊക്കെ ചെയ്യുന്ന ഒരു ഏജൻസി, ഒരു പവർ ഉൾക്കൊള്ളുന്ന ഒരു സംവിധാനത്തിനാണ് എന്ത് പറയുക, നമ്മൾ ഭരണകൂടം, ഗവൺമെൻറ് എന്ന് പറയാം. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റേറ്റിന് നിങ്ങൾ കൊടുക്കേണ്ട അർത്ഥത്തെക്കുറിച്ചിട്ട്. സ്റ്റേറ്റിന് നിങ്ങൾ കൊടുക്കേണ്ട അർത്ഥം ദേശം എന്നുള്ളതാണ്, ഗവൺമെൻറ്റിന് നിങ്ങൾ കൊടുക്കേണ്ട അർത്ഥം ഭരണകൂടം എന്നുള്ളതാണ്. ഓക്കെ, സൊസൈറ്റിക്ക് നിങ്ങൾ കൊടുക്കേണ്ട അർത്ഥം സമൂഹം എന്നുള്ളതാണ്, സാമൂഹ്യ വ്യവസ്ഥ, അങ്ങനെ ഒരു അർത്ഥമാണ് നിങ്ങളതിന് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ അസോസിയേഷന് നിങ്ങൾ സംഘടന എന്നുള്ള അർത്ഥമാണ് കൊടുക്കേണ്ടത്. നമ്മൾ ഇപ്പോൾ സ്റ്റേറ്റിന് നിങ്ങൾ സംസ്ഥാനം എന്നുള്ള അർത്ഥം കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല. നമ്മൾ മനസ്സിലാക്കുന്ന ഇടത്തുള്ള വ്യത്യാസങ്ങളാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് സ്റ്റേറ്റും ഗവൺമെൻറ്റും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളെ കുറിച്ചിട്ട് പറയാം. ഓക്കെ, ദ സ്റ്റേറ്റ് ഹാസ് അതോറിറ്റി ഇൻഹറൻറ്റ് ഇൻ ഇറ്റ് സെൽഫ് വേറെസ് ദ ഗവൺമെൻറ് ഹാസ് നോ ഇൻഹറൻറ്റ് പവേഴ്സ്. സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം അധികാരം അതിൽ അന്തർലീനമാണ്. അതായത് സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം അത് സ്വമേധയാ അധികാരത്തെ ഉൾക്കൊള്ളുന്നുണ്ട്. പക്ഷേ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അതിൽ അന്തർലീനമായ അധികാരങ്ങളില്ല, മറിച്ച് അതിന് അധികാരം വകവെച്ച് കൊടുക്കണം. ഒന്നില്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ സ്റ്റേറ്റോ നൽകുന്ന അധികാരങ്ങളനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുക, ഗവൺമെൻറ് പ്രവർത്തിക്കുക. അടുത്തൊരു പ്രധാനപ്പെട്ട വ്യത്യാസം, ദ സ്റ്റേറ്റ് ഈസ് ലാർജർ എൻറ്റിറ്റി, ദ ഗവൺമെൻറ് ഈസ് റിലേറ്റീവ്ലി എ സ്മാളർ യൂണിറ്റ്. സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ സംവിധാനമാണ്. നമ്മുടെ ഗവൺമെൻറ് സ്റ്റേറ്റ് എന്ന് നോക്കുമ്പോൾ സ്റ്റേറ്റ് ഒരു വലിയ സംവിധാനമാണ്. ഗവൺമെൻറ് തീർച്ചയായും ആ ഒരു വലിയ സംവിധാനമായ സ്റ്റേറ്റിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ഓക്കെ, അടുത്ത വ്യത്യാസം, ദ ഐഡിയ ഓഫ് സ്റ്റേറ്റ് ഈസ് ക്വൈറ്റ് അബ്സ്ട്രാക്റ്റ്, ദ ഗവൺമെൻറ് ഈസ് കോൺക്രിറ്റൈസേഷൻ ഓഫ് ഐഡിയ ഓഫ് സ്റ്റേറ്റ്. ചുരുക്കി പറഞ്ഞാൽ ദ സ്റ്റേറ്റ് ഈസ് ഇൻവിസിബിൾ ബട്ട് ദ അതർ ഈസ് വിസിബിൾ. നമ്മൾ ഇവിടെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് അതൊരു അമൂർത്ത ഭാവമാണ്. അതായത് നമുക്ക് ദൃശ്യങ്ങൾ ഇങ്ങനെ കണ്ണോട് കാണാൻ കഴിയാത്തൊരു സംവിധാനമാണ് സ്റ്റേറ്റ് എന്നുള്ളത്. അതേസമയം ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ഒരു മൂർത്ത ഭാവമാണ്. അതായത് സ്റ്റേറ്റ് ഇൻവിസിബിളാണ്, ഗവൺമെൻറ് വിസിബിളാണ്. ഓക്കെ, അടുത്തൊരു വ്യത്യാസം, ദ സ്റ്റേറ്റ് ഈസ് എ നിയർ പെർമനൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ദ ഗവൺമെൻറ് ഈസ് ടെമ്പററി. സ്റ്റേറ്റ് എന്ന് പറയുന്നത് അതൊരു സ്ഥിരപ്പെട്ട അല്ലെങ്കിൽ ഒരു സ്ഥിരം സംവിധാനമാണ് സ്റ്റേറ്റ് എന്നുള്ളത്. ഗവൺമെൻറ് താൽക്കാലികമാണ്. കാരണം ഗവൺമെൻറ് ചിലപ്പോൾ ഈ ഒരു സർക്കാർ ആയിരിക്കില്ല അടുത്ത സമയത്ത് ഭരണം നടത്തുന്ന സർക്കാർ. അപ്പോൾ ഗവൺമെൻറ് താൽക്കാലികമാണ്, അതേസമയം സ്റ്റേറ്റ് അതെന്താണ്, ഒരു സ്ഥിരം സംവിധാനമാണ്. ഇനി അടുത്തൊരു വ്യത്യാസം, ദ ഗവൺമെൻറ്റ്സ് പവർ ആർ ഡെറിവേറ്റീവ് ആൻഡ് നോട്ട് സൊവേജിൻ, ദ സ്റ്റേറ്റ്സ് പവർ ആർ സൊവേജിൻ ആൻഡ് ഒറിജിനൽ. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അതിന് പരമാധികാരം ഇല്ല എന്ന് മാത്രമല്ല, അതിലെ അധികാരങ്ങൾ പുതുതായി ഉണ്ടാവുന്നതാണ്, ഇല്ലായ്മയിൽ നിന്നുണ്ടാവുന്നതാണ്. അതേസമയം സ്റ്റേറ്റ് പരമാധികാരം സംവിധാനമാണ് എന്നതോടൊപ്പം തന്നെ അതിന് ഒറിജിനലായിട്ട് എന്തുണ്ട്, ഒരുപാട് അധികാരങ്ങൾ ഉണ്ട് താനും. ഓക്കെ, അതാണ് അടുത്തൊരു വ്യത്യാസം, ദ ക്രിറ്റിസിസം ഓഫ് ദ സ്റ്റേറ്റ് ഈസ് എ റിവോൾട്ട്, ദ ക്രിറ്റിസിസം ഓഫ് ദ ഗവൺമെൻറ് ഈസ് നോട്ട് എ റിബല്യൻ. ഓക്കെ, അപ്പോൾ ഒരാൾ ഒരു ദേശത്തെ ക്രിറ്റിസൈസ് ചെയ്യുക എന്നുള്ളത് അതൊരു വലിയ പാതകമാണ്, അതൊരു കുറ്റമാണ്, അതൊരു കലാപം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ്. അതേസമയം ഒരാൾ ഗവൺമെൻറ്റിനെ ക്രിറ്റിസൈസ് ചെയ്യുക എന്നുള്ളത്, ഒരാൾ ഗവൺമെൻറ്റിനെ ശകാരിക്കുക, വിമർശിക്കുക എന്നുള്ളത് ഒരിക്കലും അതൊരു ഉത്തരവാദിത്തമാണ്. മനസ്സിലായല്ലോ? സ്റ്റേറ്റിനെ നിങ്ങൾ വിമർശിക്കുന്നത് അതൊരു തെറ്റാണ്, അതൊരു കലാപം ഉണ്ടാക്കുന്ന പ്രവൃത്തിയാണ്. അതേസമയം ഗവൺമെൻറ്റിനെ വിമർശിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അടുത്തൊരു വ്യത്യാസം, ദ സ്റ്റേറ്റ് ഈസ് എ ഹോൾ
ദ ഗവൺമെൻറ് ഈസ് പാർട്ട്. സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം അതൊരു പൂർണ്ണ രൂപമാണ്. സ്റ്റേറ്റ് എന്നുള്ളതൊരു പൂർണ്ണ രൂപമാണ്. ഗവൺമെൻറ് തീർച്ചയായും അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. അടുത്തൊരു വ്യത്യാസം, ദ സ്റ്റേറ്റ്സ് ടെറിട്ടറി ഈസ് ആൾവേസ് ഡെഫിനിറ്റ്. ദ ഗവൺമെൻറ്റ്സ് ടെറിട്ടറി ഈസ് നെവർ പെർമനൻറ്റ്. സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രദേശം, അതിൻ്റെ ഒരു ഏരിയ അത് തീർച്ചയായും എപ്പോഴും സ്ഥിരപ്പെട്ട, അതായത് നിശ്ചിതമായിരിക്കും, അതിന് മാറ്റം ഉണ്ടാവില്ല. അതേസമയം ഗവൺമെൻറ്റിൻ്റെ ഒരു കീഴിൽ വരുന്ന പ്രദേശം അത് ശാശ്വതമായിരിക്കില്ല, അത് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കാനുള്ള സാധ്യതകൾ അവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് സ്റ്റേറ്റും ഗവൺമെൻറ്റും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻ 3.3 നമുക്കൊന്ന് ജസ്റ്റ് അനാലിസിസ് ചെയ്യാം. ഇവിടെ ഒരു വാക്കിൽ ഉത്തരം എഴുതാനാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, വിച്ച് ഓർഗൻ ഓഫ് ദ ഗവൺമെൻറ് മേക്സ് ലോ? ഗവൺമെൻറ്റിലെ ഏത് ഭാഗമാണ് നിയമങ്ങളെ ഉണ്ടാക്കുന്നത്? സ്വാഭാവികമായിട്ടും ലെജിസ്ലേച്ചറാണ്, നിയമനിർമ്മാണ സഭയാണ് എന്ത് ചെയ്യുന്നത്, നിയമങ്ങളെ ഉണ്ടാക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം, വിച്ച് ഓർഗൻ ഓഫ് ദ ഗവൺമെൻറ് എൻഫോഴ്സ് ലോ? അതായത് ഇപ്പോൾ നിയമങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങൾ ആരാണ് നടപ്പിലാക്കുക? നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എക്സിക്യൂട്ടീവാണ് എന്ത് ചെയ്യുക, ആ നിയമങ്ങളെ നടപ്പിലാക്കുക. മൂന്നാമത്തത്, വിത്ത് ഹൂം ഡസ് സൊവേർജിനിറ്റി ഇല്ലേ? എവിടെയാണ് സൊവേർജിനിറ്റി ഉള്ളത്? പരമാധികാരം എവിടെ ഉണ്ടാവുക? അത് സ്റ്റേറ്റിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ അസോസിയേഷനെ കുറിച്ച് പറഞ്ഞു, സൊസൈറ്റിയെക്കുറിച്ച് പറഞ്ഞു, ഗവൺമെൻറ്റിനെ കുറിച്ച് പറഞ്ഞു. ഇവിടെയൊന്നും എന്തില്ല, സൊവേർജിനിറ്റി, പരമാധികാരം എന്നുള്ളൊരു അവസ്ഥ അവിടെ ഈ ഒരു 3 സ്ഥലത്തുമില്ല. മറിച്ച് എവിടെ മാത്രമാണുള്ളത്? സ്റ്റേറ്റിൽ മാത്രമാണ് എന്തുള്ളത്, സൊവേർജിനിറ്റി എന്നുള്ള ഒരു അധികാരം കിടക്കുന്നത്. ഓക്കെ, നാലാമത്തെ ചോദ്യം, ത്രൂ വിച്ച് ഓർഗൻ ഡസ് ദ സ്റ്റേറ്റ് എക്സ്പ്രസ് ഇറ്റ്സ് വിൽസ്? ഒരു സ്റ്റേറ്റ് അതിൻ്റെ താല്പര്യങ്ങളെ പ്രകടമാക്കുന്നതിന് ഏത് മാധ്യമമാണ് ഉപയോഗിക്കുന്നത്? സ്വാഭാവികമായിട്ട് നമ്മൾ പറഞ്ഞതുപോലെ ഗവൺമെൻറ് എന്ന മാധ്യമത്തിലൂടെയാണ് ഒരു സ്റ്റേറ്റ് തൻ്റെ താല്പര്യങ്ങൾ എന്ത് ചെയ്യുക, പ്രകടിപ്പിക്കുക. അഞ്ചാമത്തെ ചോദ്യം, ഇഫ് ദ സ്റ്റേറ്റ് ഈസ് ആൻ അബ്സ്ട്രാക്ഷൻ, വാട്ട് ഈസ് ദ കോൺക്രീറ്റ് ഫോം? ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ് എന്നുള്ളത് ഒരു അമൂർത്ത ഭാവമാണെങ്കിൽ അതിൻ്റെ മൂർത്തഭാവം എന്താണ്? ഒരു രൂപമില്ലാത്ത സംവിധാനമാണ് സ്റ്റേറ്റ് എങ്കിൽ അതിന് രൂപം നൽകുന്ന സംവിധാനം എന്താണ്? അപ്പോൾ അതിൻ്റെ ഉത്തരം ഗവൺമെൻറ് എന്നുള്ളതാണ്. ഗവൺമെൻറ്റാണ് സ്റ്റേറ്റിന് എന്ത് ചെയ്യുന്നത്, ഒരു മൂർത്ത ഭാവത്തെ കൽപ്പിച്ച് നൽകുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് സ്റ്റേറ്റ് ആൻഡ് നാഷൻ. ഈ ഒരു ചാപ്റ്ററിലെ അവസാനത്തെ പോർഷനാണ് സ്റ്റേറ്റ് ആൻഡ് നാഷൻ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കാം. സ്റ്റേറ്റ് ആൻഡ് നാഷണലിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഈ ഒരു സന്ദർഭത്തിൽ സ്റ്റേറ്റ് ആൻഡ് നാഷണൽ നമ്മൾ വ്യത്യസ്തമായ ഡെഫിനിഷൻ കൊടുത്തിട്ട് പരിചയപ്പെടുത്തേണ്ടി വരുമെന്ന് തോന്നുന്നു. സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഡെഫിനിഷൻ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. പക്ഷേ നാഷനെ വെച്ച് നോക്കുന്ന സമയത്ത് സ്റ്റേറ്റ് നമ്മൾ ഒരു കുറച്ചുകൂടെ ഒരു എന്താ പറയുക മനസ്സിലാകുന്ന രൂപത്തിലൊരു ഡെഫിനിഷൻ നമുക്ക് കൊടുക്കാമെന്ന് കരുതിയിട്ടാണ് ഇവിടെ നമ്മൾ നാഷനും സ്റ്റേറ്റിനും വ്യത്യസ്തമായ ഡെഫിനിഷനെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നാഷൻ എന്ന് പറഞ്ഞാൽ ഇസ് എ ഹിസ്റ്റോറിക്കലി കോൺസ്റ്റിറ്റ്യൂട്ടഡ് സ്റ്റേബിൾ കമ്മ്യൂണിറ്റി ഓഫ് പീപ്പിൾ ഫോംഡ് ഓൺ ദ ബേസിസ് ഓഫ് എ കോമൺ ലാംഗ്വേജ്, ടെറിട്ടറി, എക്കണോമിക് ലൈഫ് ആൻഡ് സൈക്കോളജിക്കൽ മേക്കപ്പ് മാനിഫെസ്റ്റഡ് ഇൻ എ കോമൺ കൾച്ചർ. അപ്പോൾ നാഷൻ എന്ന് പറഞ്ഞാൽ ചരിത്രപരമായി സംഘടിക്കുന്ന ഒരു സുസ്ഥിര സമൂഹമാണ് നാഷൻ എന്ന് പറഞ്ഞാൽ. ആ ഒരു സംഘാടനം അല്ലെങ്കിൽ ആ ഒരു സംഗമിക്കൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത്. ഒന്നില്ലെങ്കിൽ ഒരു എന്താ പറയുക പൊതുവായ ഭാഷ, അല്ലെങ്കിൽ ഒരു പൊതുവായ സംസ്കാരം, അല്ലെങ്കിൽ ഒരു കോമൺ ടെറിട്ടറി, ഒരു പ്രത്യേക പ്രദേശം, അല്ലെങ്കിൽ അവരുടെ സാമ്പത്തിക ജീവിതം, അല്ലെങ്കിൽ അവരുടെ മാനസികമായിട്ടുള്ള ഘടന, ഇതൊക്കെ ബേസ് ചെയ്തിട്ട് സുസ്ഥിരമായിട്ട് ചരിത്രപരമായി സംഘടിക്കുന്ന ഒരു സാമൂഹിക വ്യവസ്ഥയാണ് എന്ത് ചെയ്യുക നമ്മൾ നാഷൻ എന്ന് പറയാം. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരു പ്രാവശ്യം കൂടി പറയാം. നാഷൻ എന്ന് പറഞ്ഞാൽ ചരിത്രപരമായി സംഘടിക്കുന്ന ഒരു സുസ്ഥിര സമൂഹം. ആ സമൂഹം സംഘടിക്കുന്നതിന് ചില പ്രത്യേക കാരണങ്ങളുണ്ടാകും. ആ കാരണങ്ങളിൽ ചിലപ്പോൾ ഒരു പൊതു ഭാഷ അടിസ്ഥാനത്തിലായിരിക്കും അവർ സംഗമിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രദേശത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അവർ സംഗമിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഒരു എന്താ പറയുക അവരുടെ സാമ്പത്തികമായിട്ടുള്ള അവരുടെ സാമ്പത്തിക ജീവിതവുമായി ബന്ധപ്പെട്ടായിരിക്കും അവർ സംഗമിച്ചിട്ടുണ്ടാവുക. അതല്ലെങ്കിൽ അവരുടെ ഒരു കോമൺ കൾച്ചർ അടിസ്ഥാനമായിട്ടായിരിക്കും അവർ സംഗമിച്ചിട്ടുണ്ടാവുക. അതുമല്ലെങ്കിൽ അവരുടെ മാനസിക ഘടന അടിസ്ഥാനത്തിലായിരിക്കും അവർ സംഗമിച്ചിട്ടുണ്ടാവുക. അത്തരത്തിലൊരു സംവിധാനത്തെയാണ് നമ്മൾ എന്ത് ചെയ്യുക ഒരു നാഷൻ എന്ന് വിളിക്കുക. ഇനി നമ്മളതിന് മലയാളത്തിൽ നമ്മളിങ്ങനെ ഒരു ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ പൊതുവായ സംസ്കാരത്തിൻ്റെ ഭാഗമായി പ്രകടമാകുന്ന പൊതുഭാഷ, പൊതുപ്രദേശം, സാമ്പത്തിക ജീവിതം, മനഃശാസ്ത്രപരമായ ഘടന അല്ലെങ്കിൽ പൊതു സംസ്കാരം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ചരിത്രപരമായി സംഘടിക്കുന്ന സുസ്ഥിര
ജനങ്ങളുടെ സമൂഹത്തെയാണ് എന്ത് ചെയ്യുക നമ്മൾ രാഷ്ട്രം അല്ലെങ്കിൽ നാഷൻ എന്ന് വിളിക്കുക. നമ്മൾ പറഞ്ഞു സ്റ്റേറ്റ് നമ്മൾ പ്രത്യേക ഒരു ഡെഫിനിഷൻ കൊടുക്കുന്നുണ്ട്. ഇവിടെ പ്രത്യേകിച്ച് ഒരു ഡെഫിനിഷൻ അല്ല, നമ്മൾ പറഞ്ഞ ഒരു ഡെഫിനിഷൻ, അതായത് ഭരണകൂടം, പരമാധികാരം, അതുപോലെ തന്നെ പോപ്പുലേഷന്, പ്രത്യേക പ്രദേശം എന്നിവ ഉൾക്കൊള്ളുന്ന ഒരു പ്രത്യേക രാഷ്ട്രീയ ഘടനയാണ് സ്റ്റേറ്റ് എന്ന് പറയുന്നതിൻ്റെ കീഴിൽ വരുന്നതാണ് ഈ ഒരു ഡെഫിനിഷന് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ നമ്മൾ സ്റ്റേറ്റിന് കൊടുക്കുന്ന ഡെഫിനിഷൻ എന്ന് വെച്ചാൽ ഇസ് എ പീപ്പിൾ ഓർഗനൈസ്ഡ് ഫോർ എ ലോ വിത്തിൻ എ ഡെഫിനിറ്റ് ടെറിട്ടറി. ഒരു പ്രത്യേക പ്രദേശത്തിനുള്ളിൽ നിയമങ്ങളാൽ സംഘടിപ്പിക്കപ്പെടുന്ന ഒരു ജനങ്ങളുടെ കൂട്ടം, അതിനാണ് എന്ത് ചെയ്യുക സ്റ്റേറ്റ് എന്ന് വിളിക്കുക. ഓക്കെ, എന്തിനാണ് നമ്മൾ ഈ സ്റ്റേറ്റിൻ്റെ ഒരു ഡെഫിനിഷൻ ഇങ്ങനെ പറഞ്ഞതെന്നുള്ളത് നിങ്ങൾക്ക് ഇനി നമ്മൾ സ്റ്റേറ്റിൻ്റെയും നാഷൻ്റെയും ഇടയിലുള്ള വ്യത്യാസങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമുക്ക് നാഷൻ്റെയും സ്റ്റേറ്റിൻ്റെയും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ വ്യത്യാസം, നാഷൻ ആൻഡ് സ്റ്റേറ്റ് ആർ ഡിസ്റ്റിങ്ക്റ്റ് എൻറ്റിറ്റീസ്. എ നാഷൻ മേ നോട്ട് ബി ഓൾവേസ് എ സ്റ്റേറ്റ് മേ നോട്ട് ഓൾവേസ് ബി എ നാഷൻ. ഓക്കെ, സ്റ്റേറ്റ് ടു നാഷന് എന്നൊക്കെ പറഞ്ഞാൽ അത് രണ്ടും വ്യത്യസ്തമായ ഘടകങ്ങളാണ്. സ്റ്റേറ്റ് ഒന്ന് വേറെ തന്നെയാണ്, അതുപോലെ തന്നെ നാഷൻ എന്നുള്ളത് മറ്റൊന്ന് വേറെയാണ്. ഒന്ന് മറ്റൊന്നിൻ്റെ പൂരകം, അതായത് പൂരണമായി വർത്തിക്കുന്നില്ല എന്ന് സാരം. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പോൾ 1947 വരെ ഇന്ത്യ എന്തായിരുന്നില്ല, ഒരു സ്റ്റേറ്റ് ആയിരുന്നില്ല, ഒരു നാഷൻ മാത്രമായിരുന്നു. കാരണം അതിന് സോവോജിനിറ്റി, ഒരു പരമാധികാരം ഉണ്ടായിരുന്നില്ലല്ലോ 1947 വരെ. അപ്പോൾ അതുവരെ ഇന്ത്യ എന്തായിരുന്നു, ഒരു നാഷൻ മാത്രമായിരുന്നു. ഒരു പ്രത്യേക കൾച്ചറിനാൽ നമ്മൾ സംഗമിച്ച ഒരു സംവിധാനമായിരുന്നു 1947 വരെ ഇന്ത്യ. അതിനുശേഷമാണ് ഒരു പരമാധികാരിക്ക് കിട്ടിയിട്ട് നമ്മളൊരു നാഷണൽ സ്റ്റേറ്റ് ആയിട്ട് മാറുന്നത്. ഓക്കെ, അതുപോലെ തന്നെ എല്ലാം നമ്മൾ പറഞ്ഞു, ഒരു നാഷൻ എപ്പോഴും സ്റ്റേറ്റ് ആയിക്കോണമെന്നില്ല, ഒരു സ്റ്റേറ്റ് എപ്പോഴും നാഷൻ ആയിക്കോണമെന്നില്ല. അത് രണ്ടാമത്തിനുള്ളൊരു ഉദാഹരണമാണ് ഹംഗറി, ഓസ്ട്രിയ. ഇതൊക്കെ എന്താ പറയുക, വേൾഡ് വാർ വരെയും അത് ഒരു നാഷൻ ആയിരുന്നില്ല, അത് സ്റ്റേറ്റ് ആയിരുന്നു പക്ഷേ നാഷൻ ആയിരുന്നില്ല. കാരണം എന്താ വെച്ചാൽ ആ സ്ഥലങ്ങളിലൊക്കെ വ്യത്യസ്തമായ സംസ്കാരത്തെ ഉൾക്കൊള്ളുന്നവർ ഒരുമിച്ചാണ് താമസിച്ചിരുന്നത്. നമ്മൾ പറഞ്ഞു ഒരു പ്രത്യേക സംസ്കാരത്തിൽ ഒരുമിക്കുന്നവരായിരിക്കണം. അവിടെ അങ്ങനെ ആയിരുന്നില്ല ഉണ്ടായിരുന്നത്, വ്യത്യസ്ത സംസ്കാരങ്ങളെ മുൻനിർത്തി ജീവിക്കുന്നവരായിരുന്നു ഓസ്ട്രിയയിലും ഹംഗറിയിലൊക്കെ ഫസ്റ്റ് വേൾഡ് വാർ വരെ ഉണ്ടായിരുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ, അത് രണ്ടും വ്യത്യസ്ത ഘടകങ്ങളാണ്, ഒന്ന് മറ്റൊന്നിൻ്റെ പൂരണമായി വർത്തിക്കുന്നില്ല. എല്ലാ സ്റ്റേറ്റും നാഷൻ എല്ലായ്പ്പോഴും സ്റ്റേറ്റ് ആയിരിക്കണമെന്നില്ല, സ്റ്റേറ്റ് എല്ലായ്പ്പോഴും നാഷൻ ആയിരിക്കണമെന്നുമില്ല. ഓക്കെ, അതാണ് അതിൻ്റെ ഒന്നാമത്തെ വ്യത്യാസം. രണ്ടാമത്തെ വ്യത്യാസം, സോവറിനിറ്റി ഈസ് ദ ചീഫ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ സ്റ്റേറ്റ്, ഇറ്റ് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് നാഷൻ. നാഷനെ സംബന്ധിച്ചിടത്തോളം അതിന് പരമാധികാരം ഉണ്ടായിരിക്കണമെന്നില്ല, മറിച്ച് സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം പരമാധികാരം അതിൻ്റെ ഒരു സ്വഭാവത്തിൽ പെട്ടതാണ്. നമ്മളതിന് പറഞ്ഞു 4 എലമെൻറ്റ്സിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റേറ്റിൻ്റെ 4 എലമെൻറ്റ്സിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സോവറിനിറ്റി എണ്ണിയിട്ടുണ്ട്. സ്റ്റേറ്റ് സോവറിനാണ്, നാഷൻ എന്തല്ല, സോവറിനല്ല. മൂന്നാമത്തെ വ്യത്യാസം, ദ സ്റ്റേറ്റ് ഈസ് എ പൊളിറ്റിക്കൽ കോൺസെപ്റ്റ് വൈൽ എ നാഷൻ ഈസ് എ കൾച്ചറൽ ആൻഡ് എ സൈക്കോളജിക്കൽ ബോഡി. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ വ്യത്യാസം എന്താ വെച്ചാൽ, സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയപരമായ ഒരു സംവിധാനമാണെന്ന് നമ്മൾ പറഞ്ഞു. അതേസമയം നാഷൻ എന്ന് പറയുന്നത് പ്രത്യേക സംസ്കാരത്തിൻ്റെയോ അല്ലെങ്കിൽ മാനസിക ഘടനയുടെയോ പേരിൽ സംവിധാനിക്കപ്പെടുന്ന ഒരു സംവിധാനമാണ്. നാലാമത്തെ വ്യത്യാസം, ലോസ് ബൈൻഡ് ദ പീപ്പിൾ ടുഗദർ ഇൻ എ സ്റ്റേറ്റ്, സെൻറ്റിമെൻറ്റ് ആൻഡ് ഇമോഷൻസ് ബൈൻഡ് ദ പീപ്പിൾ ഇൻ എ നാഷൻ. ഒരു സ്റ്റേറ്റിൽ ജനങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്നത് നിയമങ്ങളാണ്. ഓക്കെ, അതേസമയം ഒരു നാഷനിൽ ജനങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് അല്ലെങ്കിൽ ജനങ്ങളെ നിയന്ത്രിക്കുന്നത് എന്താണ്, അവരുടെ ഇമോഷൻസ്, സെൻറ്റിമെൻറ്റ്സ് ഒക്കെയാണ്. ഓക്കെ, അടുത്തൊരു വ്യത്യാസം, ഇൻ ദ സ്റ്റേറ്റ് ദർ ഈസ് എൻ എലമെൻറ്റ് ഓഫ് ഫോഴ്സ്, ഇൻ നാഷൻ ദർ ഈസ് എ എലമെൻറ്റ് ഓഫ് പെർസ്യുവേഷൻ. സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു ഫോഴ്സ് എപ്പോഴും വർത്തിക്കുന്നുണ്ടാവും, ഒരു ലോയുടെ രൂപത്തിലോ മറ്റൊക്കെ ആയിട്ട്, ഒരു പണിഷ്മെൻറ്റിൻ്റെ രൂപത്തിലൊക്കെ ആയിട്ട് സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫോഴ്സ് എപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടാവും. പക്ഷേ നാഷനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനെ സ്വമേധയാ, ഒരു വ്യക്തി സിറ്റിസൺ സ്വമേധയാ വഴങ്ങി കൊടുക്കുന്ന ഒരു സംവിധാനമാണ് നാഷനിലുണ്ടാവുക. കാരണം അവിടെ പ്രവർത്തിക്കുന്നത് ഇമോഷൻസ് ആണ്, മറ്റോടത്ത് പ്രവർത്തിക്കുന്നത് ഫോഴ്സ് ആണ് എന്നർത്ഥം. അടുത്തൊരു വ്യത്യാസം, ദ എലമെൻറ്റ്സ് ഓഫ് ദ സ്റ്റേറ്റ് ആർ ഡെഫിനിറ്റ്, ദ എലമെൻറ്റ്സ് ഓഫ് നാഷൻ ആർ നോട്ട് ഡെഫിനിറ്റ്. സ്റ്റേറ്റിൻ്റെ ഘടകങ്ങളെ നമുക്ക് വ്യക്തമായിട്ട് തിരിച്ചറിയാൻ കഴിയും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റേറ്റിൽ 4 ഘടകങ്ങളാണുള്ളത്: ഭരണകൂടം, പരമാധികാരം, ജനസംഖ്യ, പ്രത്യേക പ്രദേശം. അതുപോലെ നാഷൻ്റെ എലമെൻറ്റ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, പ്രത്യേകമായിട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയില്ല. ചിലപ്പോൾ കൾച്ചറായിരിക്കാം അതിൻ്റെ അടിസ്ഥാനം, അല്ലെങ്കിൽ ചിലപ്പോൾ ലാംഗ്വേജ് ആയിരിക്കും, അങ്ങനെ വ്യത്യസ്തമായിരിക്കും. നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞോണമെന്നില്ല. ലാസ്റ്റത്തെ ഒരു വ്യത്യാസം, എ സ്റ്റേറ്റ് മേ ബി ലാർജർ ദാൻ എ നാഷൻ.
കൺവേഴ്സ്ലി എ നാഷൻ മേ ബി ലാർജർ ദാൻ എ സ്റ്റേറ്റ്. വലുപ്പത്തിൻ്റെ കാര്യത്തിൽ ചിലപ്പോൾ സ്റ്റേറ്റ് നാഷനേക്കാൾ വലുതായിരിക്കും, അതുപോലെ തന്നെ നാഷൻ സ്റ്റേറ്റിനേക്കാൾ ചില സമയങ്ങളിൽ വലുതായിരിക്കാം. അതിൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ USSR 1990-കളിൽ നിലം പതിച്ച USSR അത് ഒരു സ്റ്റേറ്റ് ആയിരിക്കും തന്നെ 100-ലധികം വരുന്ന നാഷനുകൾ അതിൻ്റെ കീഴിലുണ്ടായിരുന്നു, സ്റ്റേറ്റിൻ്റെ കീഴിലുണ്ടായിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ നോർത്ത് കൊറിയ, സൗത്ത് കൊറിയ, അത് രണ്ടും ഒരു നാഷണാലിറ്റിയാണ്, അത് രണ്ടും പ്രതിനിധീകരിക്കുന്നത്. പക്ഷേ അവ രണ്ട് സെപ്പറേറ്റ് സ്റ്റേറ്റുകളാണ്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യന് 3.4 ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്ക് ജസ്റ്റ് അതുകൂടെ ഒന്ന് പറയാം. അപ്പോൾ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് രൂപത്തിലാണ് ഈ ക്വസ്റ്റ്യൻസ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതൊന്ന് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, ബിഫോർ ദ വേൾഡ് വാർ ഫസ്റ്റ് ഓസ്ട്രിയ ഹംഗറി വാസ് എ സ്റ്റേറ്റ് ബട്ട് നോട്ട് എ ഡാഷ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഹംഗറിയും ഓസ്ട്രിയയൊക്കെ ആ സമയത്ത് ഹെട്രോജീനിയസ് ആയിട്ടുള്ള, അതായത് വ്യത്യസ്തമായ കൾച്ചറിലുള്ള ആളുകൾ ജീവിക്കുന്നത് കൊണ്ട് അതെന്തായിരുന്നു, അത് ഒരു സ്റ്റേറ്റ് ആയിരുന്നെങ്കിൽ പോലും അതൊരു നാഷനായിട്ട് ആയിരുന്നില്ല എന്ന്. കാരണം നാഷനാവണമെങ്കിൽ ഹോമോജീനിയസ് ആയിട്ടുള്ള കൾച്ചർ അവിടെ ഉണ്ടാവണം, അവിടെ ഹെട്രോജീനിയസ് ആയിട്ടുള്ള കൾച്ചറാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഉത്തരം എന്താണ്, നാഷൻ എന്നുള്ളതാണ്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, വെൻ എ നാഷൻ അറ്റൈൻ സ്റ്റേറ്റ്ഹുഡ് ഇറ്റ് ബിക്കംസ് എ ഡാഷ്. ഒരു നാഷന് സ്റ്റേറ്റ്ഹുഡ് ലഭിക്കുന്ന സമയത്ത് ഇത് എന്തായി മാറും? നമ്മൾ ഇന്ത്യയുടെ കാര്യത്തിൽ പറഞ്ഞ പോലെ ഇന്ത്യ 1947 ശേഷം എന്തായി മാറി, നാഷണൽ സ്റ്റേറ്റായി മാറിയല്ലോ. അതാണ് ഇപ്പോൾ നാഷണൽ സ്റ്റേറ്റ് എന്നാണ് അതിൻ്റെ ഉത്തരം. മൂന്നാമത്തെ ചോദ്യം, ഡാഷ് ബൈൻഡ് ദ പീപ്പിൾ ടുഗദർ ഇൻ എ സ്റ്റേറ്റ്. ഒരു സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം ആ സ്റ്റേറ്റിൽ ജനങ്ങൾ എങ്ങനെയാണ് പരസ്പരം ബന്ധിക്കപ്പെടുന്നത്? നമ്മൾ പറഞ്ഞു ലോസാണ് ഒരു സ്റ്റേറ്റിൽ ജനങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതെന്ന്. അപ്പോൾ അതിൻ്റെ ഉത്തരം മൂന്നാമത്തതിൻ്റെ ഉത്തരം ലോസ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി നാലാമത്തത്, വൈൽ ദ സ്റ്റേറ്റ് ഈസ് എ ഡാഷ് കോൺസെപ്റ്റ് ദ നാഷൻ ഈസ് എ കൾച്ചറൽ എൻറ്റിറ്റി. നാഷൻ ഒരു കൾച്ചറൽ എൻറ്റിറ്റി ആണെങ്കിൽ സ്റ്റേറ്റ് എന്താണ്? സ്വാഭാവികമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതൊരു പൊളിറ്റിക്കൽ കോൺസെപ്റ്റാണ് എന്ന്. അപ്പോൾ അവിടെ നാലാമത്തതിൻ്റെ ഉത്തരം പൊളിറ്റിക്കൽ എന്നുള്ളതാണ്. അഞ്ചാമത്തത്, ഡാഷ് പീപ്പിൾ ഫോം എ കൾച്ചറലി സോഷ്യൽ ഗ്രൂപ്പ്. ഒരു സാംസ്കാരികമായ ഒരു സാമൂഹിക ഗ്രൂപ്പിനെ എന്താണ് രൂപപ്പെടുത്തുന്നത്? സ്വാഭാവികമായിട്ടും ഹോമോജീനിയസ് ആയിട്ടുള്ള പീപ്പിൾ, ഒരേ രൂപത്തിലുള്ള കൾച്ചറിനെ പ്രതിനിധാനം ചെയ്യുന്ന പീപ്പിളാണ് ഒരു കൾച്ചറലി സോഷ്യൽ ഗ്രൂപ്പിനെ ഫോം ചെയ്യുന്നത്. അപ്പോൾ അഞ്ചാമത്തതിൻ്റെ ഉത്തരം ഹോമോജീനിയസ് എന്നുള്ളതാണ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട പോർഷൻസൊക്കെ അവസാനിക്കുകയാണ്. നമ്മൾ ആദ്യം പറഞ്ഞത് സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റിയെ കുറിച്ചാണ്, പിന്നെ നമ്മൾ സ്റ്റേറ്റ് ആൻഡ് അസോസിയേഷനെ കുറിച്ച് പറഞ്ഞു, പിന്നെ സ്റ്റേറ്റ് ആൻഡ് ഗവൺമെൻറ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ലാസ്റ്റായിട്ട് നമ്മൾ പറഞ്ഞത് സ്റ്റേറ്റ് ആൻഡ് നാഷനെ കുറിച്ചാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ പ്രധാനമായിട്ടും ഓരോന്നിൻ്റെയും ഡെഫിനിഷന് കൃത്യമായി മനസ്സിലാക്കി വെക്കണം. പിന്നെ ഒരു 5 വ്യത്യാസങ്ങൾ ഓരോ സ്റ്റേറ്റും സൊസൈറ്റിയും, സ്റ്റേറ്റും അസോസിയേഷനും, സ്റ്റേറ്റും ഗവൺമെൻറ്റും, സ്റ്റേറ്റും നാഷനും, അവയുടെയുള്ള ഒരു 5 വ്യത്യാസങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് എക്സാമിൽ സിമ്പിളായിട്ട് സ്കോർ ചെയ്യാൻ കഴിയും. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ ബാക്കിയുള്ളത് ടെർമിനൽ എക്സൈസ് കൂടി ഡിസ്കസ് ചെയ്യാനുണ്ട്. അതുകൂടി ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ ഈ ചാപ്റ്റർ കൺക്ലൂഡ് ചെയ്യും. ഓക്കെ, ഇനി നമുക്കിന്ന് ടെർമിനൽ എക്സൈസ് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ടെർമിനൽ എക്സൈസിൽ ഒന്നാമത്തെ ചോദ്യം, ഡിഫൈൻ ദ ടേംസ് നാഷൻ, ഗവൺമെൻറ്, അസോസിയേഷൻ. നാഷൻ എന്താണ്, ഗവൺമെൻറ് എന്താണ്, അസോസിയേഷൻ എന്താണ് എന്നുള്ളത് ഡിഫൈൻ ചെയ്യാനാണ്. ആദ്യം നാഷൻ എന്താണ്? നാഷൻ ഈസ് എ ഹിസ്റ്റോറിക്കലി കോൺസ്റ്റിറ്റ്യൂട്ടഡ് സ്റ്റേബിൾ കമ്മ്യൂണിറ്റി ഓഫ് പീപ്പിൾ ഫോംഡ് ഓൺ ദ ബേസിസ് ഓഫ് എ കോമൺ language, territory, economic life and psychological makeup manifested in a common culture. ഓക്കെ, നമ്മൾ പറഞ്ഞു നാഷൻ എന്ന് പറഞ്ഞാൽ ചരിത്രപരമായി സംഘടിക്കുന്ന ഒരു സുസ്ഥിര സമൂഹമാണ്. ആ സംഘടിക്കുന്നതിന് വ്യത്യസ്തമായ എലമെൻസുകൾ ചിലപ്പോൾ നിദാനമാകും. അതൊന്നില്ലെങ്കിൽ കോമൺ ലാംഗ്വേജ് ആയിരിക്കാം, അല്ലെങ്കിൽ കോമൺ കൾച്ചർ ആയിരിക്കാം, അല്ലെങ്കിൽ ടെറിട്ടറി ആയിരിക്കാം, അല്ലെങ്കിൽ എക്കണോമിക് ലൈഫ് ആയിരിക്കാം, അല്ലെങ്കിൽ സൈക്കോളജിക്കൽ മേക്കപ്സ് ആയിരിക്കാം. ഓക്കെ, അപ്പോൾ അതാണ് നാഷൻ എന്ന് പറഞ്ഞാൽ. രണ്ടാമത്തത് ഗവൺമെൻറ് എന്നുള്ളതിൻ്റെ ഡെഫിനിഷനാണ് പറയുന്നത്. ഗവൺമെൻറ് ഈസ് എൻ ഏജൻസി ത്രൂ വിച്ച് ലോസ് ആർ മെയ്ഡ്, എൻഫോഴ്സ്ഡ് ആൻഡ് ദോസ് ഹു വയലേറ്റ് ലോസ് ആർ പണിഷ്ഡ്. ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ നിയമങ്ങൾ നിർമ്മിക്കുന്നതിനും ആ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിനും ആരെങ്കിലും ആ നിയമങ്ങൾ വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ അവരെ ശിക്ഷിക്കുന്നതിനുമുള്ള ഒരു ഏജൻസിയാണ് ഗവൺമെൻറ് എന്നുള്ളത്. മൂന്നാമത്തെ അതിൽ ഡിഫൈൻ ചെയ്യാനുള്ളത് അസോസിയേഷനാണ്. എന്താണ് അസോസിയേഷൻ? അസോസിയേഷൻ ഈസ് എൻ ഓർഗനൈസ്ഡ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വിച്ച് സീക്സ് ടു അച്ചീവ് സം സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ് ത്രൂ ജോയിൻറ്റ് എഫേർട്സ്. ഓക്കെ, അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രത്യേക താല്പര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ജനങ്ങൾ സംഗമിക്കുന്നതിനാണ് അല്ലെങ്കിൽ സംഘടിക്കുന്നതിനാണ് എന്ത് ചെയ്യുക, അസോസിയേഷൻ എന്ന് പറയുക. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം ടെർമിനൽ എക്സൈസിൽ രണ്ടാമത്തെ ചോദ്യം ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി എന്നുള്ളതാണ്. സ്റ്റേറ്റിനെയും സൊസൈറ്റിയെയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് ഒന്ന് എലാബറേറ്റ് ചെയ്ത് എഴുതാനുള്ളതാണ്. അപ്പോൾ അത് എഴുതുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആദ്യം എന്താണ് സ്റ്റേറ്റ്, എന്താണ് സൊസൈറ്റി
സൊസൈറ്റി എന്നുള്ളത് നമ്മൾ എഴുതണം. അതിനുശേഷം മിനിമം ഒരു 5 വ്യത്യാസങ്ങളെങ്കിലും സൊസൈറ്റിയും സ്റ്റേറ്റും തമ്മിലുള്ള 5 വ്യത്യാസങ്ങളെങ്കിലും നമ്മൾ എഴുതണം. അപ്പോൾ ആദ്യം എന്താണ് സ്റ്റേറ്റ് എന്നുള്ളത് എഴുതാം. സ്റ്റേറ്റ് ഈസ് എ പൊളിറ്റിക്കൽ സൊസൈറ്റി ഓഫ് 4 എലമെൻറ്റ്സ്: പോപ്പുലേഷൻ, ഫിക്സ്ഡ് ടെറിട്ടറി, ഗവൺമെൻറ് ആൻഡ് സോവജിനിറ്റി, പരമാധികാരം, ഭരണകൂടം, പ്രത്യേക പ്രദേശം, ജനസംഖ്യ എന്നീ ഘടകങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രത്യേക രാഷ്ട്രീയ ഘടനയാണ് സ്റ്റേറ്റ് എന്നുള്ളത്. അതുപോലെ തന്നെ സൊസൈറ്റി എന്നുള്ളത് ഇസ് എ സോഷ്യൽ ഗ്രൂപ്പ് സോഷ്യൽ ഓർഗനൈസേഷൻ എൻകംപാസിംഗ് എ വെബ് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ്. വ്യത്യസ്തമായ സാമൂഹിക ബന്ധങ്ങളെ ഉൾക്കൊള്ളിക്കുന്ന ഒരു സാമൂഹിക സംവിധാനമാണ് സൊസൈറ്റി. അപ്പോൾ ഇത് രണ്ടും അതിൻ്റെ ഡെഫിനിഷൻ നിങ്ങൾ ആദ്യം എഴുതണം. എന്നിട്ട് ഒരു 5 പ്രധാന വ്യത്യാസങ്ങൾ സ്റ്റേറ്റും സൊസൈറ്റിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നിങ്ങൾ എഴുതി വെക്കണം. അതിലൊന്നാമത് നിങ്ങൾക്ക് എന്താണ് സ്റ്റേറ്റ് ഈസ് എ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ, വെരി സൊസൈറ്റി ഈസ് എ സോഷ്യൽ ഓർഗനൈസേഷൻ. സ്റ്റേറ്റ് എന്താണ്? ഒരു രാഷ്ട്രീയ ഘടനയാണ്. അതേസമയം സൊസൈറ്റി എന്താണ്? ഒരു സാമൂഹിക ഘടനയാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഒന്നാമതായി എഴുതുക. രണ്ടാമത്തത് സൊസൈറ്റി ഈസ് പ്രിയർ ടു ദ സ്റ്റേറ്റ് ആസ് എ ഹ്യൂമൻ ബീങ്, സോഷ്യൽ ബീങ് ഫസ്റ്റ് ആൻഡ് ദെൻ പൊളിറ്റിക്കൽ ബീങ്. സൊസൈറ്റിയാണ് സ്റ്റേറ്റിന് മുൻപുണ്ടായ സംവിധാനം. സ്റ്റേറ്റ് അത് എന്തെന്ന് വെച്ചാൽ മനുഷ്യൻ ആദ്യം ഒരു സാമൂഹിക ജീവിയാണ്, അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത് അവനൊരു രാഷ്ട്രീയ ജീവിയായിട്ട് പരിണമിക്കുന്നത് എന്നുള്ളത് രണ്ടാമതായിട്ട് നിങ്ങൾക്ക് എഴുതാം. മൂന്നാമതായിട്ട് സൊസൈറ്റി ഈസ് നാച്ചുറൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വേർ ദ സ്റ്റേറ്റ് ഈസ് ആർട്ടിഫിഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രകൃതിദത്തമായിട്ട് രൂപം കൊള്ളുന്ന സംവിധാനമാണ്. അതേസമയം സ്റ്റേറ്റ് ആവട്ടെ അത് എന്താ പറയുക, മനുഷ്യൻ നിർമ്മിച്ചെടുക്കുന്ന ഒരു സംവിധാനമാണ്. നാലാമത്തെ ഒരു വ്യത്യാസമായിട്ട് നിങ്ങൾക്ക് അതിൽ എഴുതാൻ പറ്റുന്നത് സ്റ്റേറ്റ് ആസ് എൻ മീൻ ആൻഡ് സൊസൈറ്റി ആസ് എൻ എൻഡ്. സ്റ്റേറ്റ് എന്നുള്ളത് സൊസൈറ്റിയുടെ ആവശ്യങ്ങളെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ളൊരു സംവിധാനമാണ് എന്നുള്ളത് നിങ്ങൾക്ക് അതിൽ നാലാമത്തെ വ്യത്യാസമായിട്ട് എഴുതാം. അഞ്ചാമത്തത് സ്റ്റേറ്റ് ഈസ് എ സോവേർജിൻ വിത്ത് സെപ്പറേറ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് എക്സിസ്റ്റൻസ് ആൻഡ് സൊസൈറ്റി ഈസ് നോട്ട് സോവേർജിൻ. അപ്പോൾ അതിൽ അഞ്ചാമത്തെ ഒരു വ്യത്യാസമായിട്ട് നിങ്ങൾക്ക് സ്റ്റേറ്റ് സോവേർജിനാണ്, സൊസൈറ്റി എന്തല്ല സോവേർജിൻ പവർ സൊസൈറ്റിക്ക് ഇല്ല എന്നുള്ളതും നിങ്ങൾക്ക് അവിടെ എഴുതാവുന്നതാണ്. മൂന്നാമത്തെ ചോദ്യം ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് അതർ അസോസിയേഷൻസ്. അവിടെയും നിങ്ങൾ എന്താണ് സ്റ്റേറ്റ് എന്നുള്ളത് എഴുതണം. അതിനുശേഷമാണ് നിങ്ങൾ എന്താണ് അസോസിയേഷൻ എന്നുള്ളത് എഴുതേണ്ടത്. സ്റ്റേറ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എന്താ പറയുക, ഗവൺമെൻറ്, ഫിക്സ്ഡ് ടെറിട്ടറി, പോപ്പുലേഷൻ, സോവജിനിറ്റി എന്നീ 4 ഘടകങ്ങളെ ഉൾക്കൊള്ളിക്കുന്ന പ്രത്യേക രാഷ്ട്രീയ ഘടനയാണ് സ്റ്റേറ്റ് എന്നുള്ളത്. എന്നതിന് ശേഷം നിങ്ങൾ അസോസിയേഷൻ്റെ ഡെഫിനിഷൻ എഴുതണം. അസോസിയേഷൻ ഓർഗനൈസ്ഡ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വിച്ച് സീക്സ് ടു അച്ചീവ് സം സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ് ത്രൂ ജോയിൻറ്റ് എഫേർട്സ്. ചില പ്രത്യേക താല്പര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ജനങ്ങൾ സംഗമിക്കുന്നതിനെയാണ് എന്ത് ചെയ്യുക നമ്മൾ അസോസിയേഷൻ എന്ന് വിളിക്കാം. എന്നിട്ട് നിങ്ങൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട 5 വ്യത്യാസങ്ങളെങ്കിലും നിങ്ങൾ എഴുതി വെക്കണം. അതിലൊന്നാമത് നിങ്ങൾക്ക് ദ മെമ്പർഷിപ്പ് ഓഫ് ദ സ്റ്റേറ്റ് ഈസ് കമ്പൽസറി ആൻഡ് അതർ അസോസിയേഷൻ ഈസ് വോളണ്ടിയറി. സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മെമ്പർഷിപ്പ് ആവുക എന്നുള്ളത് സിറ്റിസനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ കാര്യമാണ്. സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം അത് അവൻ്റെ വ്യക്തി താല്പര്യങ്ങൾക്കനുസരിച്ച് അവനക്ക് തീരുമാനിക്കാവുന്നതാണ്. രണ്ടാമത്തെ വ്യത്യാസം മെമ്പർ ഓഫ് വൺ സ്റ്റേറ്റ് അറ്റ് വൺ ടൈം, മെമ്പർ ഓഫ് മൾട്ടിപ്പിൾ അസോസിയേഷൻ അറ്റ് സെയിം ടൈം. ഒരാൾക്ക് ഒരു സമയത്ത് ഒരു സ്റ്റേറ്റിൽ അവർക്ക് അംഗമാവാൻ കഴിയും. അതേസമയം വ്യത്യസ്ത അസോസിയേഷനുകളിൽ ഒരേ സമയം ഒരു മെമ്പറിന് എന്താവുന്നതാണ്, ഒരാൾക്ക് മെമ്പർ ആവാവുന്നതാണ്. മൂന്നാമത്തെ ഒരു വ്യത്യാസം സ്റ്റേറ്റ് ആൻഡ് അസോസിയേഷനിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നത് ദ സ്റ്റേറ്റ് ഹാസ് ഫിക്സ്ഡ് ടെറിട്ടറി, ദ അതർ അസോസിയേഷൻ ഡ നോട്ട് ഹാവ് പെർമനൻറ്റ് ടെറിട്ടറി. സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം അതിന് പ്രത്യേകമായി വരച്ച് തയ്യാറാക്കുന്ന ഒരു ടെറിട്ടറി ഉണ്ടാകും. അതേസമയം അസോസിയേഷന് പ്രത്യേകമായ ഒരു പെർമനൻറ്റ് ടെറിട്ടറി ഉണ്ടായിക്കോണമെന്നില്ല. അടുത്തൊരു വ്യത്യാസം സ്റ്റേറ്റ് ആൻഡ് അസോസിയേഷനിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നത് ദ പർപ്പസ് ഓഫ് സ്റ്റേറ്റ് ഈസ് ആൾവേസ് ജനറൽ, ദ പർപ്പസ് ഓഫ് അസോസിയേഷൻ ഈസ് സ്പെസിഫിക്. സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ലക്ഷ്യങ്ങൾ, പൊതുവായ ലക്ഷ്യങ്ങൾ അതിനുണ്ടാവുകയുള്ളൂ. അതേസമയം അസോസിയേഷന് പ്രത്യേക പെർട്ടിക്കുലർ ലക്ഷ്യങ്ങൾ എന്തുണ്ടാവും അതിന് നേടിയെടുക്കാനായിട്ടുണ്ടാകും. അഞ്ചാമത്തെ ഒരു വ്യത്യാസമായിട്ട് സ്റ്റേറ്റിൻ്റെയും അസോസിയേഷൻ്റെയും വ്യത്യാസമായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമാണ് ദ ക്യാരക്ടർ ഓഫ് സ്റ്റേറ്റ് ഈസ് നാഷണൽ, ദ ക്യാരക്ടർ ഓഫ് അസോസിയേഷൻ ഈസ് ലോക്കൽ, പ്രൊവിൻഷ്യൽ, നാഷണൽ ആൻഡ് ഈവൻ ഇൻ്റർനാഷണൽ. സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രവർത്തന മേഖല ദേശീയപരമായിട്ട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ പ്രാദേശികമായിരിക്കാം, ചിലപ്പോൾ പ്രൊവിൻഷ്യൽ എന്താ പറയുക പ്രവിശ്യപരമായിട്ടായിരിക്കാം, ചിലപ്പോൾ നാഷണൽ ലെവലിലായിരിക്കാം, ചിലപ്പോൾ ഈവൻ ഇൻ്റർനാഷണൽ അന്തർദേശീയ തലത്തിൽ വരെ അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രവർത്തന മേഖല കടന്നു വരുന്നതാണ്. അടുത്തൊരു ചോദ്യം ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് ഗവൺമെൻറ്. സ്റ്റേറ്റും ഗവൺമെൻറ്റും തമ്മിലുള്ള വ്യത്യാസം, ഭരണകൂടവും ദേശവും തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പോൾ ഇവിടെയും നിങ്ങൾ സ്റ്റേറ്റിനെ നിങ്ങൾ ഡിഫൈൻ ചെയ്യണം. അത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മുകളിൽ
നമ്മൾ പറഞ്ഞ പോലെ 4 എലമെൻസിനെ ഉൾക്കൊള്ളിക്കുന്ന ഒരു പ്രത്യേക രാഷ്ട്രീയ സംവിധാനമാണ് സ്റ്റേറ്റ് എന്നുള്ളത്. എന്നിട്ട് നിങ്ങൾ ഗവൺമെൻറ്റിനെ ഡിഫൈൻ ചെയ്യണം. ഗവൺമെൻറ് ഈസ് ദ ഏജൻസി ത്രൂ വിച്ച് ലോസ് ആർ മെയ്ഡ്, എൻഫോഴ്സ്ഡ് ആൻഡ് ദോസ് ഹു വയലേറ്റ് ലോസ് ആർ പണിഷ്ഡ്. ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ നിയമങ്ങൾ നിർമ്മിക്കുന്നതിനും അവ നടപ്പിലാക്കുന്നതിനും ആരെങ്കിലും അവയെ വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ അവരെ ശിക്ഷിക്കുന്നതിനുമുള്ള ഒരു ഏജൻസിയാണ് ഗവൺമെൻറ് എന്ന്. അങ്ങനെ സ്റ്റേറ്റിൻ്റെയും ഗവൺമെൻറ്റെയും ഡെഫിനിഷൻ എഴുതിയതിന് ശേഷം ഒരു 5ഓളം അല്ലെങ്കിൽ നിർബന്ധമായിട്ടും 5 വ്യത്യാസമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, അതിൽ എഴുതണം. എന്നാലേ നിങ്ങൾക്ക് പൂർണ്ണാർത്ഥത്തിൽ മാർക്ക് കൈവരിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ വ്യത്യാസമായിട്ട് നിങ്ങൾക്ക് എഴുതാം, ദ സ്റ്റേറ്റ് ഹാസ് അതോറിറ്റി ഇൻഹറൻറ്റ് ഇൻ ഇറ്റ് സെൽഫ് വേറിയസ് ദ ഗവൺമെൻറ് ഹാസ് നോ ഇൻഹറൻറ്റ് പവേഴ്സ്. സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം അതിൽ അധികാരം അന്തർലീനമാണ്. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അന്തർലീനമായ അധികാരങ്ങളില്ല, മറിച്ച് അത് സ്റ്റേറ്റോ കോൺസ്റ്റിറ്റ്യൂഷനോ നൽകിയിട്ട് വേണം ഗവൺമെൻറ്റിന് അധികാരങ്ങൾ ലഭ്യമാവാൻ. അടുത്ത ഒരു വ്യത്യാസമായിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്, ദ സ്റ്റേറ്റ് ഈസ് എ ലാർജർ എൻറ്റിറ്റി, ദ ഗവൺമെൻറ് ഈസ് റിലേറ്റീവ്ലി എ സ്മാൾ യൂണിറ്റ്. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റേറ്റ് ഒരു വലിയ സംവിധാനമാണ്, ഗവൺമെൻറ് ആ വലിയ സംവിധാനത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. അടുത്തൊരു വ്യത്യാസം, ദ ഐഡിയ ഓഫ് സ്റ്റേറ്റ് ഈസ് ക്വൈറ്റ് അബ്സ്ട്രാക്റ്റ്. ദ ഗവൺമെൻറ് ഈസ് ദ കൺക്രീറ്റൈസേഷൻ ഓഫ് ഐഡിയ ഓഫ് ദ സ്റ്റേറ്റ്. ആസ് വി മെൻഷൻഡ്, ദ സ്റ്റേറ്റ് ഈസ് ഇൻവിസിബിൾ ബട്ട് ദ അതർ ഈസ് വിസിബിൾ. സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു അമൂർത്ത ഭാവമാണ്, അത് ഗവൺമെൻറ് എന്ന് പറയുന്നത് മൂർത്ത ഭാവമാണ്. ഗവൺമെൻറ്റിന് നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും, സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇങ്ങനെ കൃത്യമായിട്ട് ഇങ്ങനെ ഒരു വരച്ച് കാട്ടുന്നത് കാണുന്നതിൽ ഇൻവിസിബിൾ ക്യാരക്ടറാണ് സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നത്. അടുത്തൊരു വ്യത്യാസം നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നത്, ദ സ്റ്റേറ്റ് ഈസ് എ നിയർ പെർമനൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ദ ഗവൺമെൻറ് ഈസ് ടെമ്പററി. സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു പെർമനൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്, അതേസമയം ഗവൺമെൻറ് എന്ന് പറയുന്നത് ഒരു ടെമ്പററി താൽക്കാലിക ഇൻസ്റ്റിറ്റ്യൂഷനാണ്. കാരണം ഒരു ഗവൺമെൻറ് ആയിരിക്കില്ല 2 മാസം കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റിനെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് മാറാം, മറ്റേ സ്റ്റേറ്റ് മാറില്ല, ഗവൺമെൻറ് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമായിരിക്കും. അടുത്തൊരു വ്യത്യാസം, ദ ഗവൺമെൻറ്റ്സ് പവർ ആർ ഡെറിവേറ്റീവ് ആൻഡ് നോട്ട് സെർവജിൻ. ദ സ്റ്റേറ്റ്സ് പവർ ആർ സെർവജിൻ ആൻഡ് ഒറിജിനൽ. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പവറുകൾ പുതുതായിട്ട് അതിനിങ്ങനെ ലഭിക്കുന്ന പവറുകളായിരിക്കും. അതായത് അടിസ്ഥാനപരമായിട്ട് അതിന് പവറില്ല, അതിങ്ങനെ ലഭിക്കുന്ന പവറുകളായിരിക്കും. അത് മാത്രമല്ല അതിന് പരമാധികാരം ഇല്ലതാനും. പക്ഷേ സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം അതിന് ഒറിജിനലി കുറേ പവറുകളുണ്ട്, മാത്രമല്ല അത് അധികാരമുള്ളൊരു സംവിധാനം കൂടിയാണ്. ലാസ്റ്റിൽ നമ്മൾ ടെർമിനൽ ക്വസ്റ്റ്യൻസിൽ എക്സസൈസിൽ ലാസ്റ്റ് ചോദ്യമാണ് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് നാഷൻ. ഇവിടെയും നിങ്ങൾക്ക് 2 രൂപത്തിൽ ഉത്തരം എഴുതാം. ഒന്ന്, നിങ്ങൾ നാഷൻ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അതിനെ ഡിഫൈൻ ചെയ്യുക. സ്റ്റേറ്റ് എന്നുള്ളത് ഈ ഒരു സന്ദർഭത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാവുന്നതാണ്, ഈസ് എ പീപ്പിൾ ഓർഗനൈസ്ഡ് ഫോർ ലോ വിത്ത് എ ഡെഫിനിറ്റ് ടെറിട്ടറി. ഒരു പ്രത്യേക പ്രദേശത്ത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ സംഘടിപ്പിക്കുന്നതിന് സ്റ്റേറ്റ് എന്ന് പറയാം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ 4 എലമെൻറ്റ്സ് കൂടിച്ചേരുമ്പോഴാണ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടാകുന്നത് എന്നുള്ള ഡെഫിനിഷനും നിങ്ങൾക്ക് ഇവിടെ ഉപയോഗപ്പെടുത്താം. അതിനുശേഷം നിങ്ങൾ നാഷനെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യണം. നാഷൻ എന്ന് പറഞ്ഞാൽ ഇസ് എ ഹിസ്റ്റോറിക്കലി കോൺസ്റ്റിറ്റ്യൂട്ടഡ് സ്റ്റേബിൾ community of people formed on the basis of common language, territory, economic life and psychological makeup manifested in a common culture. ഓക്കെ, ചരിത്രപരമായി സംഘടിക്കുന്ന ഒരു സുസ്ഥിര സമൂഹം. ആ സംഘാടനം ചിലപ്പോൾ ഒരു പ്രത്യേക പൊതുഭാഷയുടെ പേരിലോ അല്ലെങ്കിൽ പൊതു സംസ്കാരത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ മറ്റു തലങ്ങളിലായിരിക്കും, അല്ലെങ്കിൽ ഒരു സാമ്പത്തിക ജീവിതത്തിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ മാനസിക ഘടനയുടെ ഭാഗമായിട്ടോ ആയിരിക്കും ആ സംഘാടനം ഉണ്ടാവുക. ഓക്കെ, അത്തരത്തിൽ സംഘടിക്കുന്ന ഒരു സംവിധാനത്തെയാണ് നമ്മൾ നാഷൻ എന്ന് പറയുക. ഓക്കെ, എന്നിട്ട് നിങ്ങളൊരു മിനിമം 5 പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളെങ്കിലും ആ ഒരു ഭാഗത്ത് എഴുതി ചേർക്കണം. അതിലൊന്നാമത്തത് നാഷൻ ആൻഡ് സ്റ്റേറ്റ് ഡിസ്റ്റിങ്ക്റ്റ് എൻറ്റിറ്റീസ്. നാഷനും സ്റ്റേറ്റും വ്യത്യസ്ത ഘടകങ്ങളാണ്. അതായത് ഒരു നാഷൻ എപ്പോഴും എന്തായിക്കോണമെന്നില്ല, സ്റ്റേറ്റ് ആയിക്കോണമെന്നില്ല, സ്റ്റേറ്റ് എപ്പോഴും നാഷൻ ആയിക്കോണമെന്നില്ല. നമ്മളവിടെയാണ് ഇന്ത്യയെക്കുറിച്ചിട്ടും അതുപോലെ തന്നെ ഹംഗറി, ഓസ്ട്രേലിയനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പറഞ്ഞത്. നിങ്ങളത് മനസ്സിലായിട്ടും ഉൾക്കൊള്ളിയിട്ടും പഠിച്ചിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. അടുത്തൊരു വ്യത്യാസമായിട്ട് നിങ്ങൾക്ക് പറയാവുന്നതാണ്, സോവജിനിറ്റി ഈസ് ദ ചീഫ് ക്യാരക്ടർ ഓഫ് ദ സ്റ്റേറ്റ്, ഇറ്റ് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് ദ നാഷൻ. സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം സോവജിനിറ്റി, പരമാധികാരം അതിൻ്റെ ഒരു സ്വഭാവത്തിൽപ്പെട്ടതാണ്. നാഷനെ സംബന്ധിച്ചിടത്തോളം അതിന് പരമാധികാരം ഉണ്ടാവുകയില്ല. അടുത്തൊരു വ്യത്യാസമാണ്, ദ സ്റ്റേറ്റ് ഈസ് പൊളിറ്റിക്കൽ കോൺസെപ്റ്റ് വെൽ ദ നാഷൻ ഈസ് എ കൾച്ചറൽ ആൻഡ് സൈക്കോളജിക്കൽ ബോഡി. സ്റ്റേറ്റ് എന്ന് പറയുന്നത് അതൊരു രാഷ്ട്രീയ സംവിധാനമാണ്, അത് രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് നിർമ്മിക്കപ്പെടുന്നത്. അതേസമയം നാഷൻ എന്ന് പറയുന്നത് സംസ്കാരത്തിൻ്റെയോ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള അടുപ്പങ്ങളുടെയോ ഘടനയുടെ ഒക്കെ പേരിലാണ് അത് സംവിധാനിക്കപ്പെടുന്നത്. അടുത്തൊരു പ്രധാനപ്പെട്ട വ്യത്യാസമാണ്, ലോസ് ബൈൻഡ് ദ പീപ്പിൾ ടുഗദർ ഇൻ ദ സ്റ്റേറ്റ്, സെൻറ്റിമെൻറ്റ്സ് ആൻഡ് ഇമോഷൻസ് ബൈൻഡ് ദ പീപ്പിൾ ഇൻ എ നാഷൻ. ഒരു നാഷനെ സംബന്ധിച്ചിടത്തോളം അവിടെ ജനങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഘടകം ഇമോഷൻസ്, അതുപോലെ തന്നെ സെൻറ്റിമെൻറ്റ്സ് എന്നിവയൊക്കെയാണ്. അതേസമയം സ്റ്റേറ്റിൽ ജനങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്നത് നിയമ സംവിധാനങ്ങളാണ്.
അടുത്ത ലാസ്റ്റത്തെ ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം സ്റ്റേറ്റും നാഷനും തമ്മിലുള്ളത്. ഇൻ ദ സ്റ്റേറ്റ് ദർ ഇസ് എൻ എലമെൻറ്റ് ഓഫ് ഫോഴ്സ്, ഇൻ നാഷൻ ദർ ഇസ് എൻ എലമെൻറ്റ് ഓഫ് പെർസ്യൂഷൻ. സ്റ്റേറ്റിൽ ഒരു ഫോഴ്സ് ഒരു ഘടകമായി വർത്തിക്കുന്ന സമയത്ത് നാഷനെ സംബന്ധിച്ചിടത്തോളം അതിലുള്ള സിറ്റിസൻസ് അതിനോടൊരു വിധേയത്വം പുലർത്തിയിട്ടാണ് അവിടെ സംവിധാനങ്ങൾ നടന്നു പോകുന്നത്. സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫോഴ്സ് എന്ന രൂപത്തിൽ ലോ അവിടെ പ്രവർത്തിക്കുന്നുണ്ടാകും. അപ്പോൾ ഇതോടുകൂടി നമ്മൾ ടെർമിനൽ എക്സസൈസും നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു.